ഇസ്രയേലിൻ്റെ കരുത്തനായ ഭരണാധികാരി യെരോബിയാം സെക്കൻഡ്, യെരോബിയാം രണ്ടാമൻ രാജ്യം ഭരിക്കുന്ന കാലം. ഇത് ഇസ്രയേലിൻ്റെ ഗോൾഡൻ ഏജാണ്, സുവർണ കാലം. ഭൗതികമായ എല്ലാ പ്രതാപത്തോടും സുഖലോലുപതയോടും കൂടെ ഇസ്രയേൽ മുന്നോട്ട് നീങ്ങുന്ന കാലം. ആർഭാടത്തിലും സുഖലോലുപതയിലും ജനങ്ങൾ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ വിസ്തൃതപ്പെടുത്തി കോട്ട കൊത്തളങ്ങൾ പണിതുയർത്തിയ കാലം. കാർഷികമായ അഭിവൃദ്ധി അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു. അഗ്രികൾച്ചർ ഗ്രോത്ത്. എന്താ, മേൽത്തരം അത്തിപ്പഴങ്ങൾ, മാതള നാരങ്ങകൾ, അതിൻ്റെ വളർച്ചയിലൂടെയും ആ മുന്തിരിത്തോട്ടങ്ങൾ, അതിൻ്റെ വളർച്ചയിലൂടെ സാമ്പത്തിക പുരോഗതി, ഇക്കണോമിക് ഗ്രോത്ത് നേടിയ കാലഘട്ടം കൂടായിരുന്നു. അക്കാലത്ത് ഇസ്രയേലിൻ്റെ ശത്രുക്കൾ 2 രാജ്യങ്ങളായിരുന്നു, അസീറിയ ആൻഡ് ഈജിപ്റ്റ്. ഈജിപ്റ്റുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നു. അസീറിയയ്ക്ക് ടാക്സ് കൊടുത്തിട്ട് അവരുമായും സഖ്യമുണ്ടാക്കുന്നു. അങ്ങനെ ശത്രു രാജ്യങ്ങളെ സഖ്യരാജ്യമാക്കിയ കാലഘട്ടം. ഏത് ആംഗിളിൽ നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇസ്രയേലിൻ്റെ ഗോൾഡൻ ഏജാണ്. അഗ്രികൾച്ചറൽ വളർച്ച, സാമ്പത്തിക പുരോഗതി, ജനങ്ങൾ സുഖലോലുപതയിൽ, കോട്ട കൊത്തളങ്ങളുണ്ട്, സുശക്തമായ സൈന്യമുണ്ട്, കാർഷികമായ അഭിവൃദ്ധി, ശത്രു രാജ്യങ്ങളെ മിത്രരാജ്യങ്ങളാക്കുന്നു, ഭീഷണിയില്ല. ഏത് ആംഗിളിൽ നോക്കിയാലും ഇസ്രയേലിൻ്റെ ഏറ്റവും സുന്ദരകാലം തന്നെ. പുറമെ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു, എല്ലാ തരത്തിലും ഇസ്രയേൽ വളർന്നിരിക്കുന്നു. പക്ഷേ അകമേ ഏറ്റവും അധികം ആധ്യാത്മികമായ പാപ്പരത്വത്തിലൂടെ ഇസ്രയേൽ കടന്നു പോകുന്ന കാലഘട്ടമായിരുന്നു. പറയാൻ കാരണം, ദൈവത്തെ ആരാധിക്കേണ്ട ഇടങ്ങളായ ബഥേലിലും ദാനിലും ഇസ്രയേൽ ഐഡിൽ വർഷിപ്പ് നടത്തുകയാണ്. സ്വർണ്ണ കാളക്കുട്ടി ആരാധിക്കുകയാണ്. എന്തോ ഒരു ഗതികേടാണെന്ന് ഓർത്തോണം. ദൈവത്തെ ആരാധിക്കേണ്ട ഇടങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ ഐഡിൽ വർഷിപ്പാണ്. വിഗ്രഹാരാധന മാത്രമല്ല, വഞ്ചന, ചതിവ്, മോഷണം, ആഭിചാരം, വ്യഭിചാരം, രക്തപാതകം എല്ലാം ഒരു കാലത്തും ഇല്ലാത്തതുപോലെ വർദ്ധിച്ചു വരുന്ന ഒരു കാലം. ഏത് കാലഘട്ടത്തിലും ഒരു സമൂഹത്തിൻ്റെ ബലമെന്ന് പറയുന്നത് പരസ്പര സ്നേഹവും കരുതലും കരുണയുമല്ലേ. അത് ലെവലേശമില്ലാതിരുന്നൊരു കാലം. ദർശനമില്ലാത്ത പുരോഹിതന്മാർ, ഓർത്തോണം, തങ്ങൾക്കിണങ്ങിയതുപോലെ പ്രവചിക്കുന്ന കള്ള പ്രോഫറ്റ്സ്, കൈക്കൂലി മേടിച്ചിട്ട് ന്യായം അട്ടിമറിക്കുന്ന ജഡ്ജസ്, ന്യായാധിപന്മാർ, സുഖലോലുപരായ ഭരണകർത്താക്കൾ. എന്തോ ഒരു ഗതികെട്ട കാലമെന്ന് ഓർത്തോണം. പാവപ്പെട്ടവൻ്റെ ന്യായം അട്ടിമറിക്കപ്പെടുന്നു, ദരിദ്രൻ്റെ നീതി ഇല്ലാതാകുന്നു. ഇങ്ങനെ വല്ലാത്തൊരു കാലം കണ്ട് സഹിക്കവയ്യാതെ സർവശക്തനായ ദൈവം ഇസ്രയേലിലെ എഫ്രയീം മലനാട്ടിലെ എബേരിയുടെ മകനായ ഹോശയ്യായെ തൻ്റെ അരുളപ്പാട് അറിയിക്കാൻ വിളിക്കുകയാണ്. ഹോശയ്യയോട് പറയുകയാണ്, ഹോശയ്യ, നീ ഒരു ഗണികയെ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിവാഹം കഴിക്കണം. എന്നിട്ട് നിൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് ഇസ്രയേലിനോട് എൻ്റെ അരുളപ്പാട് അറിയിക്കണം. ദൈവം പറഞ്ഞതനുസരിച്ച് ഒരു വേശ്യയെ, ഗോമർ എന്നൊരു വേശ്യയെ പ്രവാചകൻ വിവാഹം കഴിക്കുകയാണ്. അവളിൽ 3 മക്കൾ ജനിക്കുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് ഇവർക്ക് പേര് വിടുന്നു. ഇസ്രയേൽ, ലോരുഹീമ, ലോ അമി. ഇസ്രയേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വിധിക്കുന്നു. ലോരുഹീമ എന്ന് വെച്ചാൽ കരുണയില്ലാത്തവൾ. ലോ അമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജനമല്ല. ദൈവം പ്രവാചകനോട് പറയേണ്ട, ഹോശയ്യ, ഇതുപോലെ ഇപ്പോഴും ഇസ്രയേൽ അവരെൻ്റെ ജനമല്ല. അതുകൊണ്ട് ഒരു കരുണയ്ക്കും അർഹതയുള്ളവരല്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ നാശം വിധിക്കാൻ പോവുക. തൻ്റെ തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, തകർന്നതെന്ന് പറയാൻ കാരണം ഒരു ഗണികയോടൊപ്പമാണ് ജീവിക്കുന്നത്. അതത്ര നല്ലതല്ലല്ലോ. ഒരു ബ്രോക്കൺ ഫാമിലി തന്നെയല്ലേ. തൻ്റെ തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, എന്നാൽ നുറുങ്ങിയ ഹൃദയത്തോടെ, ആരെയും കൂസാതെ, വചനത്തിലൂടെ തീ തുപ്പിക്കൊണ്ട് ഇസ്രയേലിൻ്റെ പ്രവാചകൻ പാളയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. ഇസ്രയേലേ, നീ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. നീ ദൈവത്തിൻ്റെ പ്രമാണം വിട്ടുമാറിയിരിക്കുന്നു. നീ ദൈവത്തെ മറന്ന് ജീവിച്ചിരിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ദുഷ്ടത വന്നിരിക്കുകയാണ്, തിന്മ നിറഞ്ഞിരിക്കുകയാണ്, വഷളത്വം നിറഞ്ഞിരിക്കുകയാണ്. ദൈവം അതുകൊണ്ട് നിന്നെ നശിപ്പിക്കാൻ പോവുക. ഒരിടുത്തീ പോലെ നാശം നിൻ്റെ മേൽ വന്നു ഭവിക്കാൻ പോവുക. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിക്കുകൾ കുലുങ്ങുമാറ് ഇടിനാദം പോലെ പ്രവാചകന്റെ ശബ്ദം ദേശം മുഴുവൻ മാറ്റുലിയുള്ളുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തരാകുകയാണ്, പേടിച്ചു വിറയ്ക്കുകയാണ്. മുൻപിൽ നാശം, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ദൈവമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ നശിപ്പിക്കാൻ പോകുന്നെന്ന്. അങ്ങനെയെങ്കിൽ വിടുതൽ വല്ലതും കിട്ടുമോ? അവർ പരിഭ്രാന്തരാകുകയാണ്, നിലവിളിക്കുകയാണ്, വാവിട്ട് കരയുകയാണ്, നിലത്ത് കിടന്ന് ഉരുളുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ഭാവം മാറുന്നു. ഇപ്പോഴും ഓർത്തോണം, ഇങ്ങനെയാണ് നമ്മുടെ ദൈവം. നമ്മൾ എത്ര ഇടറിപ്പോയാലും, ചങ്കൊന്ന് പിടഞ്ഞാൽ, കണ്ണൊന്ന് നനഞ്ഞാൽ ഭാവം മാറുന്നവനാ ദൈവം. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സംഹാരമൂർത്തിയായ ദൈവം പെട്ടെന്ന് കരുണാർദ്ദനായിട്ട് മാറുകയാണ്. എന്നിട്ട് ഇസ്രയേലിനോട് പറയുകയാണ്, ഇസ്രയേലേ,
നിങ്ങൾ ഒരു കരുണയ്ക്കും അർഹതയുള്ളവരല്ല. പക്ഷെ ഓർത്തോണം, ഞാൻ കരുണാമയനായിപ്പോയി. ഇസ്രയേലേ, നിങ്ങൾ വിശ്വസ്തതയുള്ളവരല്ല, പക്ഷെ ഞാൻ വിശ്വസ്തനായിപ്പോയി. എഫ്രൈമേ, ഇസ്രയേലേ, നീ എൻ്റെ പൊന്നോമന മകനാണ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് പോലെ എനിക്ക് നിന്നെ 1000 വട്ടം ചേർത്ത് കൊള്ളാൻ മനസ്സാണ്. അതുകൊണ്ട് എൻ്റെ ജനമേ, നീ നശിച്ചു പോകരുത്, നീ എന്നിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് അവരോട് പറയുന്ന 3 കാര്യങ്ങൾ ഇതൊരിക്കലും പറയരുത്, മറക്കരുത്. അതാണ് ഈ പ്രവചനത്തിൻ്റെ സന്ദേശം. ഇസ്രയേലേ, നീ മടങ്ങി വരിക, അനുതപിക്കുക, യഥാസ്ഥാനപ്പെടുക. റിട്ടേൺ, റിപ്പൻഡൻസ്, റീസ്റ്റോറേഷൻ. ഈ 3 വാക്കുകൾ നിങ്ങൾ ചേർന്നൊന്ന് പറയണം. ഞാൻ പറയാം. മടങ്ങി വരിക. കുറച്ചുകൂടെ ശബ്ദത്തിലൊന്ന് പറയാം, ഞാൻ എത്ര ദൂരത്തുനിന്ന് വരിക. മടങ്ങി വരിക, അനുതപിക്കുക, യഥാസ്ഥാനപ്പെടുക. റിട്ടേൺ, റിപ്പൻഡൻസ്, റീസ്റ്റോറേഷൻ. നിങ്ങൾ ഓർത്തോണം, മടങ്ങി വരണമെങ്കിൽ, അനുതപിക്കണമെങ്കിൽ, യഥാസ്ഥാനപ്പെടണമെങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ എവിടെയാണെന്ന് തിരിച്ചറിവ് വേണം. ദൈവം അതും പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഡയറക്റ്റ് പറയുകയല്ല, അതിന് ചില മെറ്റഫറുകൾ ഉപയോഗിക്കുന്നു, ചില സിംബൽസ് ഉപയോഗിക്കുന്നു. ഈ മെറ്റഫറിലൂടെ ഇസ്രയേൽ എവിടെ പാളിപ്പോയെന്നും എങ്ങനെ വരണമെന്നും ദൈവം കൃത്യമായി പ്രവചനത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, വളരെ ലളിതമായി നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പറയുമ്പോൾ നിങ്ങൾ 2700 വർഷം മുമ്പ് ഇസ്രയേലിൻ്റെ പാളയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിനുമപ്പുറം ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. നിങ്ങളുടെ മുൻപിലുള്ളവരെയല്ല, നിങ്ങളുടെ പുറകിലുള്ളവരെയല്ല, നിങ്ങളുടെ സൈഡിലുള്ളവരെയല്ല, നിങ്ങളെ മാത്രം. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ വ്യത്യസ്തനല്ല, ഞാൻ എൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. ഇതാരെയും വിലയിരുത്താനുള്ളതല്ല, നിങ്ങളെ മാത്രം വിലയിരുത്താനുള്ളതാണ്. ഉറപ്പാണ്, അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലയിടങ്ങൾ പാളിപ്പോയെന്ന് കൃത്യമായി ബോധ്യം നമുക്കുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ മെറ്റഫറുകൾ എന്താണ്? നമുക്ക് സ്വയം ഒന്ന് ആത്മകഥ ചെയ്യാം, കണ്ണും പൂട്ടി ഒന്നിരിക്കാം, അല്പനിമിഷം ഒന്നിരിക്കാം. തമ്പുരാനെ, അവിടെ നിന്ന് എന്നോട് സംസാരിക്കുന്ന നിമിഷമാണ് ഇനിയുള്ളത്. അതുകൊണ്ട് പറയുമ്പോൾ ഓരോന്നും അത് എന്നെ മാത്രം ചേർത്ത് ചിന്തിപ്പാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മെറ്റഫറുകൾ ഏതാണ്? ഒന്ന്, ഞാൻ വാക്യം പറയും, ആരെങ്കിലും വായിക്കുമ്പോൾ നമ്മുടെ പഠനത്തെ പെട്ടെന്ന് അത് സഹായിക്കും. ഒന്ന്, ചാപ്റ്റർ 6 വേഴ്സ് 4, മലയാളവും ഇംഗ്ലീഷോ വായിച്ചാൽ മതി. എഫ്രൈമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെ പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു. എഫ്രൈമേ, നിന്റെ പാളിച്ച് ഞാൻ പറഞ്ഞു തരാം, നിന്റെ വീഴ്ച ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ആദ്യത്തെ മെറ്റഫറാണ്, നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെ പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയാണ്. എഫ്രൈമേ, നിനക്ക് വാത്സല്യമില്ലെന്നല്ല, നിനക്ക് എന്നോട് ഭക്തിയില്ലെന്നല്ല, നിനക്ക് എന്നോട് വിശ്വാസമില്ലെന്നല്ല, നിനക്ക് എന്നോട് വിധേയത്വമില്ലെന്നല്ല, നിനക്ക് എന്നോട് സ്നേഹമില്ലെന്നല്ല. ഇവർ പിന്നെന്താ? അത് പ്രഭാത മഞ്ഞു പോലെയാണ്, പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന പ്രഭാത മേഘം പോലെയാണ്, പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയാണ്. യുവർ ലോയൽറ്റി, യുവർ ലവ്, യുവർ ഡിവോഷൻ, യുവർ ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ലൈക്ക് മോർണിംഗ് ക്ലൗഡ് ആൻഡ് ഏർലി ഡ്യൂ. ഇത് ഈ പ്രഭാത മേഘത്തിൻ്റെ കുഴപ്പം എന്താ? പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞിൻ്റെ പ്രശ്നം എന്നതാ? പ്രഭാത മേഘം സൂര്യൻ ഉദിക്കുമ്പോൾ നീങ്ങിപ്പോകുന്നതാണ്. രാവിലത്തെ മഞ്ഞോ ചൂട് കൂടുമ്പോൾ ഉരുകിപ്പോകുന്നതാ. എഫ്രൈമേ, ഇസ്രയേലേ, നിനക്ക് വിശ്വാസവും സ്നേഹവും ഒക്കെയുണ്ട്, ഭക്തിയൊക്കെയുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രശ്നം കൂടി വരുമ്പോഴത്തേക്ക് നിന്റെ വിശ്വാസം നീങ്ങിപ്പോവുക. പ്രതിസന്ധിയുടെ ചൂടിൽ നിന്റെ വിശ്വാസം ഉരുകിപ്പോവുക. ഇതാ നിന്റെ പ്രശ്നം. ഇത്രയേ ഉള്ളൂ. നിന്റെ വിശ്വാസം ഡീപ്പ് റൂട്ടഡ് അല്ല, സ്റ്റേബിൾ അല്ല, പെരിഫർ ലെവലിലുള്ളതാണ്. നമുക്കറിയാം, തമ്പുരാൻ കർത്താവ് എത്ര അത്ഭുതകരമായി ഇസ്രായേൽ ജനത്തെ നയിച്ചത്. 400 വർഷം അടിമകൾ, 40 വർഷം അവർ മരുഭൂമിയിലായിരുന്നു. അപ്പോഴൊക്കെ എത്ര അതിശയകരമായിട്ടാണ് നടത്തിയത്. ഇന്ന് അവർക്കൊരു രാജ്യവും രാജാവും എല്ലാം ഉണ്ട്. എന്നിട്ടും ജീവിതത്തിൻ്റെ കുഞ്ഞു പ്രയാസം വരുമ്പോഴത്തേക്ക് അവർ സത്യദൈവത്തെ മറന്ന് മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോവുക, ഐഡൽ വർഷിപ്പിലേക്ക് പോവുക. ഈ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, നിനക്ക് വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, ഭക്തിയുണ്ട്, വിധേയത്വമുണ്ട്, പക്ഷേ അതൊരു പെരിഫർ ലെവലില്ല, നീങ്ങിപ്പോകുന്നതും പ്രശ്നങ്ങളുടെ തീഷ്ണതയിൽ ഉരുകിപ്പോകുന്നതുമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവർ, നമുക്ക് ആർക്കാ തമ്പുരാൻ കർത്താവിനോട് വിശ്വാസമില്ലാത്തത്, ഭക്തിയില്ലാത്തത്, സ്നേഹമില്ലാത്തത്, വിധേയത്വമില്ലാത്തത്? പക്ഷെ അത് സ്റ്റേബിളാണോ? ഡീപ്പ് റൂട്ടഡ് ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ജീവിതത്തിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് നീങ്ങിപ്പോകുന്നതാണോ? പ്രതിസന്ധിയുടെ ചൂടിൽ ഉരുകിപ്പോകുന്നതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്കെല്ലാവർക്കും അറിയാം, മണിപ്പൂരിലെ എത്നിക് വയലൻസ്
അത് പിന്നീട് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള പെർസിക്യൂഷനായിട്ട് മാറി. ഒരു ട്രൈബൽ വില്ലേജ് അപ്പാടെ ആക്രമണകാരികൾ തീ വെച്ച് നശിപ്പിച്ചു. അവിടെ അവർക്കൊരു ട്രൈബൽ ചർച്ച് ഉണ്ടായിരുന്നു, അതും തകർക്കപ്പെട്ടു. അവിടെയുള്ള ജനങ്ങൾ മുഴുവനും പലായനം ചെയ്തു. 6 മാസങ്ങൾക്ക് ശേഷം ഇച്ചിരി ശമിച്ചപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച അവരുടെ ട്രൈബൽ വില്ലേജ് മുഴുവൻ തീ വെച്ച് നശിക്കപ്പെട്ട കാഴ്ചയാണ്. അതിനേക്കാൾ വിഷമിപ്പിച്ചത് അവരുടെ ആരാധനാലയം തകർക്കപ്പെട്ടതാണ്. ഇവരെന്നാ ചെയ്തെന്നറിയാമോ? ഇവരെല്ലാവരും തകർക്കപ്പെട്ട ദേവാലയത്തിൻ്റെ മീതെ കൈകൾ പിടിച്ച് ചേർന്നിരുന്നു. എന്നിട്ട് പ്രൈസ് ദ ലോർഡ് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ഓർക്കണം, മനസ്സിലാക്കണം, പനി വരുമ്പോൾ പറയേണ്ടതല്ല പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ പറയേണ്ടതാണ് പ്രൈസ് ദ ലോർഡ്. അതാണ് വിശ്വാസം, അതാകണം വിശ്വാസം. ഒത്തിരി ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോയൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എന്നെ വേദപുസ്തകം വായിക്കുമ്പോൾ എന്നെ കരയിപ്പിച്ചിട്ടുള്ളൊരു വാക്യമുണ്ട്. ഹബക്കൂക്ക് പ്രവചനം 3:17. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം തരികയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടാകുകയില്ല, എങ്കിലും 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 ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എല്ലാം തകിടമറിയട്ടെ, എല്ലാം തരിപ്പണമാകട്ടെ, എങ്കിലും എൻ്റെ വിശ്വാസം കൈവിട്ടു പോകുകയില്ല. ഞാൻ ഇനിയും പറയുന്നത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരു മനുഷ്യൻ്റെ ആത്മീയത അളക്കുന്നത് എവിടെയാണ്? ജീവിതത്തിൽ എന്തുണ്ട് ഇല്ല എന്നുള്ളതല്ല, അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലാണ്. നിങ്ങൾ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? കടലോളം കണ്ണീരുള്ള ഒരു മനുഷ്യര്, പ്രതിസന്ധിയുടെ ഈ ചൂടിൽ ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യര് എത്ര ബോൾഡായിട്ടാ, എത്ര സ്റ്റേബിളായിട്ടാ അവർ ചിലർ ജീവിക്കുന്നത്. നമ്മൾ ചിലരോ പള്ളിയുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എന്നിട്ട് ചില പ്രയാസം വരുമ്പോഴത്തേക്ക് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് പോവുക, ആകെ നിരാശരായിട്ട് പോവുക, തളർന്നു പോവുക. മറക്കരുത്, ഇത് ഒരു മനുഷ്യന്റെ ആത്മീയത നിശ്ചയിക്കുന്നത് ജീവിതത്തിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല, അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലാണ്. അതാണ് വിശ്വാസം. അമേരിക്കയിലെ CM യൂണിവേഴ്സിറ്റിയുടെ ഡീനായിരുന്നു, അതുപോലെ അനേക കുട്ടികളുടെ മെന്ററായിരുന്നു. എന്താ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേരങ്ങ് പറഞ്ഞു, റാൻഡേ പോഷി. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായൊരു പുസ്തകമുണ്ട്, ദ ലാസ്റ്റ് ലെക്ചർ ഓഫ് റാൻഡേ പോഷി. സുന്ദരാകാരമുള്ള മനുഷ്യൻ, കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട ആള്, സഹപ്രവർത്തകരുടെ ഉത്തമ സുഹൃത്ത്, എല്ലാ രീതിയിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് പാൻക്രിയാസിന് ക്യാൻസറായി, അതിവേദനയായി, ശരീരം നന്നേ ക്ഷീണിച്ചു, അസ്ഥിപഞ്ചരം പോലായി. ഡോക്ടർമാർ പറഞ്ഞു ഇനി അധികകാലം ഇല്ല, അതുകൊണ്ട് പൂർണ്ണ വിശ്രമം വേണം. റാൻഡേ പോഷി ഡോക്ടറിൻ്റെ അടുക്ക് നിർബന്ധിച്ചു, അല്ല എനിക്ക് ഒരിക്കൽ കൂടെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലൊന്ന് പോകണം. നിർബന്ധം സഹിക്കവയ്യാതെ ഡോക്ടർ അനുവദിച്ചു. വീൽ ചെയറിൽ ഒരു സഹായിയുടെ സപ്പോർട്ടോടുകൂടിയാണ് റാൻഡേ പോഷി തൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. സുന്ദരാകാരമുള്ളൊരു മനുഷ്യൻ, 100 ജീവിച്ച ഒരു മനുഷ്യൻ, രോഗബാധിതനായി അസ്ഥിവഞ്ചിരം പോലെ അവരുടെ മുൻപിൽ വീൽ ചെയറിൽ ഒരു സഹായിയുടെ സപ്പോർട്ട് വരുന്നു. അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. പക്ഷേ റാൻഡേ പോഷെ 100 തന്നെ ആയിരുന്നു. അദ്ദേഹം അവരുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടൊന്ന് പുഷപ്പ് ചെയ്യാനും എന്തൊക്കെയോ പറയാനും ഒക്കെ ശ്രമിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നേരിട്ടത്. റാൻഡേ പോഷെ സഹായിയുടെ സപ്പോർട്ടോടുകൂടി സെനറ്റ് ഹോളിലേക്ക് പോയി. എല്ലാവരും അതിൻ്റെ പിന്നാലെ കൂടി. എന്താണ് ഇനിയും അദ്ദേഹം പറയാനുള്ളത്? എല്ലാവരുടെയും കണ്ണുകൾ, കാതുകൾ റാൻഡേ പോഷയുടെ നേരെ. അദ്ദേഹം അവിടെ വെച്ചൊരു പ്രസംഗം നടത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2008 സെപ്റ്റംബർ 18 ആയിരുന്നു അദ്ദേഹം നടത്തിയ അവസാനത്തെ ലെക്ചർ, ലാസ്റ്റ് ലെക്ചർ ഓഫ് റാൻഡേ പോഷെ. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ സ്ക്രീനിൽ തൻ്റെ ട്യൂമറുകളൊക്കെ 12 ട്യൂമറുകൾ കാണിച്ചു. ദേണ്ട നിങ്ങളുടെ റാൻഡേ പോഷയാ ഇത്, എങ്ങനെയും ജീവിക്കാനല്ല, രാജാവിനെ പോലെ ഞാൻ ജീവിക്കാൻ പോവാ. എന്നിട്ട് അദ്ദേഹം തൻ്റെ വൈഫിനെ മുന്നോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ദേണ്ട ഫ്യൂച്ചർ വിഡോയാ, ഭാവി വിധവ, ഭാവി വധു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഭാവി വിധവ എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ പരിചയപ്പെടുത്തുക. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മരണത്തെ പറ്റിയല്ല, നിരാശയെ പറ്റിയല്ല, ദുഃഖത്തെ പറ്റിയല്ല, ജീവനെ പറ്റിയായിരുന്നു, പ്രത്യാശയെ പറ്റിയായിരുന്നു. എങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ ജീവിതത്തെ നയിക്കണമെന്നുള്ളതാണ് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ച ഒരു പുസ്തകമാണ്. നീണ്ട പ്രസംഗത്തിൻ്റെ അടുവിൽ റാൻഡേ പോഷെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രിയ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയാനൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതമില്ലേ, അതൊരു ചീട്ടുകളി കണക്കാണ്. കയ്യിൽ വരുന്ന ചീട്ട് ഏതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏതിറക്കി കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാ. കയ്യിൽ വരുന്ന ചീട്ട് ഏതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏതിറക്കി കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാ. ജീവിതത്തിൻ്റെ വിധിയെ മാറ്റാൻ നമുക്ക് പറ്റുമോ? തമ്പുരാൻ കർത്താവ് തന്നതൊക്കെ ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇതിനെ എങ്ങനെ നേരിടണമെന്ന് തീരുമാനിക്കേണ്ടത് നാം മാത്രമാണ്. അതാണ് വിശ്വാസം, അതാകണം വിശ്വാസം. ഒരു കാര്യമെങ്കിലും ഈ പ്രാർത്ഥനാ ഹാളിലിരിക്കുമ്പോൾ, ഈ ദേവാലയത്തിരിക്കുമ്പോൾ നിങ്ങൾ ഉറയ്ക്കണം, നിങ്ങൾ ഇടപെടാതിരിക്കാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനൊന്നുമല്ല നിങ്ങളുടെ ദൈവം.
നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ ഇടപെടുന്നവനാ ദൈവം. നിങ്ങൾ പരാജയപ്പെടും, ഞാൻ പരാജയപ്പെടും, പക്ഷെ ദൈവം പരാജയപ്പെടുവോ? ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. അങ്ങനെ ചില വിഷമങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് എനിക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വരും. അങ്ങനെ ഒരു ദിവസം കിട്ടിയൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇതാ എന്നെ വളരെ സ്പർശിച്ചു. തമ്പുരാക്കർത്താവിനോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. അതിങ്ങനെയായിരുന്നു: ലോക്സ് ആർ നെവർ മാനുഫാക്ചർഡ് വിത്തൗട്ട് കീസ്. ഇന്നോളം ഒരു താഴും താക്കോലില്ലാതെ ഉണ്ടാക്കിയിട്ടില്ല. God never gives problems without solution. Only need to have patience to unlock them. ഒറ്റ കാര്യം, അതൊന്ന് അൺലോക്ക് ചെയ്യാനുള്ള പേഷ്യൻസ് വേണം. അതാണ് വിശ്വാസം, അതാകണം വിശ്വാസം. നിങ്ങൾ ഈ വേദപുസ്തകം ഒന്ന് പഠിച്ചു നോക്കണം. ഫ്രം ദി ജെനസിസ് ടു ദി റെവലേഷൻ. ഇത് മുഴുവനും പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യരുടെ ചരിത്രമാണ്. തങ്ങളുടെ യുക്തി അനുസരിച്ച് പരാജയപ്പെട്ടു പോകേണ്ട നിമിഷങ്ങളിൽ അവർ തമ്പുരാൻ കർത്താവിനെ അടങ്കം പിടിച്ച് ജീവിതത്തെ അത്ഭുതമാക്കിയ കഥകളാണിത് മുഴുവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെ പിടിച്ചപ്പോൾ അവരുടെ ജീവിതം അത്ഭുതമായതാണ്. അബ്രാം പിതാവിൽ മുതൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ ഈ വേദപുസ്തക സംഭവങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കാണണം, വിഷ്വലൈസ് ചെയ്യണം. അബ്രാം പിതാവിനെ നിങ്ങൾ ചിന്തിച്ച് നോക്കി. മോറിയ മലയിൽ ഇതാ യാഗപീഠമൊക്കെ ഒരുക്കി 12 വയസ്സുകാരൻ്റെ കയ്യും കാലും കെട്ടിക്കിടത്തിയിരിക്കുകയാണ്. ഭാര്യയോട് പറഞ്ഞിട്ടില്ല, ഭൃത്യന്മാർക്കറിയില്ല. ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞിനെ തലയിറക്കണമെന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്. മാറി നടക്കാൻ പറ്റുമോ? അവനെയും കൂട്ടിക്കൊണ്ട് ബലിപീഠം ഒരുക്കി യാഗപീഠത്തിൽ കിടക്കി കത്തി വീശാനായിട്ട് പോവുക. ആശ്രയിക്കാൻ ഒന്നുമില്ല. ലോകപ്രകാരം നോക്കിയാൽ എല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. പിടിക്കാനുള്ള തമ്പുരാനെ മാത്രം പിടിച്ചുകൊണ്ട് ആഞ്ഞു വെട്ടാൻ നേരത്ത് കർത്താവ് പറഞ്ഞു, അബ്രാം നിന്റെ മകനെ കൊടുക്കാൻ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു. അബ്രാം ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ യിരേ. ഗോഡ് വിൽ പ്രൊവൈഡ്. തമ്പുരാൻ നൽകും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇടപെടാതിരിക്കാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനല്ല ദൈവം. ഒത്തിരി വിഷമങ്ങളുമായിട്ട് നിങ്ങൾ വന്നു കാണുമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആർക്കും സാമ്പത്തിക പ്രശ്നം കാണില്ലായിരിക്കാം. പക്ഷേ അതല്ലാതെ എന്തെല്ലാം പ്രശ്നമുണ്ട്. കുടുംബജീവിതത്തിൻ്റെ സമ്മർദ്ദമില്ലേ? മക്കളെ പറ്റിയുള്ള ആശങ്കകളില്ലേ? എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. യുക്തി അനുസരിച്ച് എല്ലാം പരാജയപ്പെട്ടു പോവായിരിക്കാം. പക്ഷേ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ ഇടപെടുന്നൊരു ദൈവമില്ലേ? ഒരു സംഭവം കൂടെ പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇനി ഡിവിഷനിൽ നിന്ന് മാറുകയാണ്. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിനോട് ലോകപ്രശസ്തനായ കാർഡിയാക് സർജൻ ശൈലേഷ് മേത്ത പറഞ്ഞ ഒരു അനുഭവം ഒരുപക്ഷെ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയായിരിക്കും. ജൂനിയർ ഡോക്ടർമാർ റെഫർ ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് കേസസ് മാത്രം ഏറ്റെടുക്കുന്ന ആളാണ് ഡോക്ടർ ശൈലേഷ് മേത്ത. അങ്ങനെ ജൂനിയർ ഡോക്ടർമാർ റെഫർ ചെയ്തൊരു കോംപ്ലിക്കേറ്റഡ് കേസ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നു. അമ്മ 6 വയസ്സുള്ള കുഞ്ഞുമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. റിപ്പോർട്ട് വായിച്ചപ്പോഴത്തേക്ക് ശൈലേഷ് മേത്ത നടുക്കുന്ന സത്യം അവരോട് പറഞ്ഞു, ഈ കുഞ്ഞ് പരമാവധി 3 മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ. ഏക ഓപ്ഷൻ സർജറിയാണ്. പക്ഷെ സർജറി നടത്തിയാലും 60 to 65% സർജറി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കും. വാവിട്ട് കരഞ്ഞുകൊണ്ട് പേരൻസ് പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, എന്തെങ്കിലും സാധ്യത സർജറിയാ, ഞങ്ങളെ കൈവിടല്ലേ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സർജറി ഏറ്റെടുക്കണം. അവരുടെ കരച്ചിൽ കണ്ട് സഹിക്കവയ്യാതെ ശൈലേഷ് മേത്ത സർജറി ഏറ്റെടുത്തു. സർജറിക്ക് 6 ദിവസം മുമ്പ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ കൈവിടല്ലേ. അല്ല, കുഞ്ഞിനെ പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കുക. മോളെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവം കൈവിടില്ല. കുഞ്ഞുങ്ങളുടെ നിലവിളി ദൈവം കേൾക്കില്ലേ? അങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നു. കാണുന്ന ആരുടെയാ കണ്ണ് നിറയാതിരിക്കുന്നേ? സർജറിയുടെ ദിവസമെത്തി. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വലിയ ടേബിളിൽ കൊച്ചു കുഞ്ഞിനെ കിടത്തിയിരിക്കുക. ശൈലേഷ് മേത്തയുടെ നെഞ്ച് ആദ്യമായിട്ടൊന്ന് പിടഞ്ഞു. എത്ര സർജറി നടത്തിയ മനുഷ്യനാ, എത്ര രക്തം പുരണ്ട കൈകളാ. പക്ഷേ നെഞ്ചു പിടിയ കാര്യം എന്താ? ഇതുപോലൊരു സർജറി ആദ്യമായിട്ടാ. സർജറി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കാനുള്ള സാധ്യത തന്നെ. അതുകൊണ്ട് നന്നേ വിഷമിച്ച് അദ്ദേഹം കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മോളെ വിഷമിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകും. സ്പോണ്ടേനിയസ് ആയിട്ട് ഈ കുഞ്ഞു പറഞ്ഞു, അതിന് ഡോക്ടറുകളെ എനിക്ക് പേടിയൊന്നുമില്ലല്ലോ. ഞാൻ ഡോക്ടറുകളുടെ അടുക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടറുകൾ എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയാണോ ചെയ്യുന്നത്? ഇപ്പം ഡോക്ടർ വിചാരിച്ചു ഓപ്പൺ ഹാർട്ട് സർജറിയുടെ പെയിൻ ഓർത്ത് ഇവൾ വീണ്ടും പറഞ്ഞാന്ന് വിചാരിച്ച്, മോളെ ഒട്ടും വേദന അറിയില്ല, അതുപോലുള്ള മെഡിസിൻസാണ് നിനക്ക് നൽകുന്നത്. അതല്ല ഡോക്ടർ അങ്കിളെ, എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുക്ക് പറഞ്ഞിട്ടുണ്ട്, മോളെ നിൻ്റെ ഹൃദയത്തിനകത്താണ് ദൈവം ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഡോക്ടറുകൾ എൻ്റെ ഹാർട്ടൊക്കെ തുറക്കുന്ന സമയത്ത് എൻ്റെ ദൈവത്തെ അവിടെ കാണത്തില്ലേ? ദൈവം എന്നോട് എന്തെങ്കിലും പറയത്തില്ലേ? ഇനി പറഞ്ഞേക്കണം കേട്ടോ. എന്താ പറയേണ്ടത്? കൊച്ചിനെ തലോടിയിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കണ്ണ് നിറഞ്ഞ ആ മനുഷ്യൻ സർജറി ആരംഭിച്ചു. ജൂനിയർ ഡോക്ടർമാരുടെ സപ്പോർട്ടോടുകൂടി 1.5 മണിക്കൂർ എത്തി. ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല. ഡോക്ടർ നിരാശനായി
കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ശൈലേഷ് മെത്തയും ജൂനിയർ ഡോക്ടർമാരും. ഒടുക്കമില്ല അദ്ദേഹത്തിന് മനസ്സിലായി കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കുകയല്ല, അതൊന്നും പറ്റത്തില്ല. ആകെ അസ്വസ്ഥനായി വിഷമിച്ച് ജൂനിയർ ഡോക്ടർമാരായിട്ട് പറഞ്ഞു, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചങ്ങ് തുന്നിക്കെട്ട്. അവരിങ്ങനെ തിരിച്ച് സ്റ്റിച്ചസ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അവൾ പറഞ്ഞ വാക്ക് ശൈലേഷ് മേത്തയുടെ കാതിലിങ്ങനെ ഇടിച്ചിടിച്ച് നിന്നു. ഡോക്ടറെങ്കിലേ, ഹാർട്ട് തുറക്കുമ്പോഴെൻ്റെ ദൈവത്തെ കാണും കേട്ടോ, എൻ്റെ ദൈവം എന്നോട് എന്തെങ്കിലും പറയും, അത് പറഞ്ഞേക്കണം കേട്ടോ. ഡോക്ടറുടെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യൻ രക്തം പുരണ്ട കൈകൾ കൂപ്പി ഓപ്പറേഷൻ തിയേറ്ററിൽ മുട്ടുകുത്തിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു. അവളും അവളുടെ അമ്മയും വിശ്വസിക്കുന്നത് അവളുടെ ഹൃദയത്തിൽ നീയുണ്ടെന്നാ. നീ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകുള്ളൂ. ഞാൻ പരാജയപ്പെട്ട് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ വാവിട്ട് കരയാൻ തുടങ്ങി. നേഴ്സസ് ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവിശ്വസനീയമായതൊന്നും സംഭവിച്ചു. ജൂനിയർ ഡോക്ടർമാരിൽ ഒരാൾ ഓടി വന്നിട്ട് ശൈലേഷ് മേത്തയുടെ പറഞ്ഞു, ഡോക്ടറെ, ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഡോക്ടർ ഞെട്ടിപ്പോയി. എല്ലാവരും കൂടെ കൂട്ടി വരുത്തിയിട്ട് സർജറി നടത്തി. ഏതാണ്ട് 4.5 മണിക്കൂറുകൾ കൊണ്ട് സർജറി പൂർത്തിയായി. കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, നിരീശ്വരവാദിയായ മനുഷ്യൻ ദൈവവിശ്വാസിയായിട്ട് മാറി. APJ അബ്ദുൽ കലാമിനോട് അദ്ദേഹം പറയുകയാണ്, ഇപ്പം ഓപ്പറേഷന് പോയി കഴിഞ്ഞാൽ തിയേറ്ററിന് മുൻപിൽ വെച്ച് ഞാൻ കരം കുപ്പി പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ഞാൻ പരാജയപ്പെടാം, അപ്പം നീ പ്രവർത്തിക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ പരാജയപ്പെടും, നമ്മൾ മനുഷ്യരാ, പരാജയപ്പെടും. നമ്മൾ ചിന്തിച്ച് നമ്മുടെ യുക്തിയെല്ലാം വിഫലമായി പോകും. നമ്മൾ കരുതി വെച്ച പണമൊന്നും പ്രയോജനമില്ലാതാകും. നമ്മളോടൊപ്പമുണ്ടെന്ന് ചിന്തിച്ച പ്രിയപ്പെട്ടവരെല്ലാം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരിക്കും, ആരും കാണില്ലായിരിക്കും. പക്ഷെ ദൈവം നമ്മളിൽ ഇടപെടാതിരിക്കും. ഇസ്രായേലേ, എനിക്ക് നിന്നിൽ അത്ഭുതം ചെയ്യണം, നിന്റെ വിശ്വാസം ആഴപ്പെടണം. എഫ്രൈമേ, ഇസ്രായേലേ, നിന്റെ ആദ്യത്തെ കുഴപ്പമതാ, നിന്റെ വിശ്വാസം ഈ നീങ്ങിപ്പോകുന്ന മേഘം പോലെ, ഉരുകിപ്പോകുന്ന മഞ്ഞ് പോലെ സ്റ്റേബിൾ അല്ല, ഡീപ്പ് റൂട്ടഡ് അല്ല. വിശ്വാസം ആഴമാകട്ടെ. 2:7-4. സെക്കൻഡ് മെറ്റഫർ, യു ആർ ലൈക്ക് ഹീറ്റഡ് ഓവൻ. ഒരുപക്ഷെ നമുക്കിതാർക്കും പിടികിട്ടില്ലായിരിക്കാം. പക്ഷേ കാലത്തെ യഹൂദന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. പണ്ട് പാചകം ചെയ്യുന്നത് കല്ലിൻ്റെ മുകളിലാണ്. രാവിലെ പാചകം ചെയ്യണമെങ്കിൽ രാത്രിയിൽ കല്ലിൻ്റെ അടിയിൽ തീയിടണം. അങ്ങനെ തീ പിടിച്ച് കല്ല് ചൂടായി രാവിലെ ആകുമ്പോൾ പഴുക്കും. അതിൻ്റെ മീതെയാണ് പാചകം ചെയ്യുന്നത്. അവർക്ക് സുപരിചിതമായി ഈ മെറ്റഫറാണ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി, അവരെന്താണെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. ഇസ്രായേലേ, യു ആർ ലൈക്ക് ഹീറ്റഡ് ഓവൻ, ചുട്ടുപഴുത്ത അപ്പക്കല്ലിന് സമം. ഇസ്രായേലേ, നീ പഴുത്ത് കിടക്കുക, ജ്വലിച്ച് കിടക്കുക. പക്ഷെ ഓർത്തോണം, പഴുത്ത് കിടക്കുന്നതും ജ്വലിച്ച് കിടക്കുന്നതും വിശുദ്ധിയിലല്ല, വിശ്വസ്തതയിലുമല്ല. പിന്നെ എന്തിലാണെന്നറിയാമോ? തിന്മയിലാണ്, വഷളത്വത്തിലാണ്, വെറുക്കൂത്തിലാണ്, മ്ലേച്ഛതയിലാണ്. ഇത് ഞാൻ പറയുന്നതല്ല, തിരുവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 7:3 പറയുന്നുണ്ട്, രാജാവിൻ്റെ ദിവസം ദുഷ്ടത കൊണ്ട് രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. 7:4 ആദ്യ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ വ്യഭിചാരികളാണ്, അഡൽട്ടറി അവരുടെ ജീവിതത്തിലുണ്ടെന്ന് പറയുകയാണ്. 7:5 പറയുന്നുണ്ട്, രാജാവിൻ്റെ ദിവസത്തിൽ വീഞ്ഞു കുടിച്ച് നിങ്ങൾ രോഗം പിടിപ്പിക്കുന്നെന്ന് പറയുക. കുടിക്കുന്നെന്ന് മാത്രമല്ല, കുടിച്ചു കൂത്താടി രോഗം പിടിപ്പിക്കുന്നെന്ന് പറയുക. 4:2 പറയുന്നുണ്ട്, നിങ്ങൾ സത്യം ചെയ്യുന്നു, വ്യാജം പ്രവർത്തിക്കുന്നു, നിങ്ങൾ മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, കൊലപാതകം ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എല്ലാ തിന്മകളും, എല്ലാ വഷളത്വവും, എല്ലാ വെറുക്കൂത്തും അവരുടെ ജീവിതത്തിലുണ്ട്. ഇനിയാണ് രസം. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ ദൈവത്തോടൊപ്പമാണെന്ന്, അവർ ആത്മീകരാണെന്ന്, അവർ ഭക്തരാണെന്ന്, അവർ വിശ്വാസികളാണെന്ന്. ഇതെങ്ങനെ ശരിയാകുന്നത്? എല്ലാ കൊള്ളരുതായ്മയും, എല്ലാ വഷളത്വവും ഉണ്ട്. എന്നിട്ട് പറയുക ഞങ്ങൾ ദൈവത്തോടൊപ്പമാണെന്ന്. ഇതെങ്ങനെ ശരിയാകുന്നത്? പ്രിയമുള്ളവരെ, ഇസ്രായേലിനെ പോലെ ഇത്രയും നമ്മൾ തരം താണു പോയി കാണില്ലായിരിക്കാം. പക്ഷെ ഒത്തിരി ഭേദപ്പെട്ട മനുഷ്യരാണോ? ആരെയും നോക്കാനല്ല, സ്വയം ഒന്ന് നോക്കിക്കേ. പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ജീവിതം വരുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ മുൻപിൽ സാരോപദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ വികലമായ ചില ബന്ധങ്ങൾ ചെന്ന് ചാടുന്നില്ലേ? പങ്കാളിയുടെ മുൻപിൽ വിശ്വസ്തത നടിച്ചു നിൽക്കുന്നുണ്ട്, എന്നിട്ട് ചിലയിടങ്ങളിൽ പങ്കാളിക്കപ്പുറം ആരോ കടന്നു വരുന്നില്ലേ? ആത്മീയ സംഘത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ട്, അരുതാത്ത വാക്കുകൾ, വേണ്ടാത്ത വാക്കുകൾ, തരംതാണ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? നാട്ടി മുഴുവൻ മാലാകയ, വീട്ടിൽ വന്ന പിശാചുവ.
നമ്മളെല്ലാവരും പറയുന്നുണ്ട് ദൈവത്തോടൊപ്പമാണെന്ന്, നമ്മൾ ആത്മീകരാണെന്ന്, നമ്മൾ ഭക്തരാണെന്ന്, വിശ്വാസികളാണെന്ന്. ഇതെങ്ങനെ ശരിയാകുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാവരുടെയും മുൻപിൽ നമ്മൾ നല്ലവരാ. ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെയാണ്? ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന തമ്പുരാൻ്റെ മുൻപിൽ എങ്ങനെയാണ്? എല്ലാം കാണുന്നു ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഒരു പേടി വരുന്നില്ലേ? ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ അന്തരീന്ദ്രിയങ്ങളെ കാണുന്ന ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെയാ? നമ്മൾ പുറമെ എത്ര ഭക്തരാണ്, പള്ളി വരുന്നുണ്ട്, നോമ്പനുഷ്ഠാനങ്ങൾ പങ്കുചേരുന്നുണ്ട്, ഒരു ദിവസം പോലും നമ്മൾ മുടക്കുന്നില്ല, ഭക്ഷണം ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ പുറമെ ഉള്ളതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുന്നുണ്ടോ? എന്താ നമ്മ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തിന്മ? ഇവിടെ ഇസ്രയേലിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്, 9:16. എന്താ, എഫ്രൈമിന് പുഴുക്കുത്ത് വന്നിരിക്കുന്നു, അതിൻ്റെ വേര് ഉണങ്ങിപ്പോയി. നല്ല ഇലയുണ്ടേലും കൊമ്പുണ്ടേലും ഒരു കാര്യമില്ല. വേരിന് പുഴുക്കുത്ത് വന്നു കഴിഞ്ഞാൽ അടപടലം താഴെ പോവും. വേരില്ലെങ്കിൽ ഫ്രൂട്ടില്ലെന്ന അർത്ഥം. റൂട്ടില്ല എന്നിട്ട് കാര്യം എന്നതാ? ഈ പുറം പകിട്ടൊക്കെ കാണിച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ. വേഷങ്ങൾ കൊണ്ട് എല്ലാവരെയും കളിപ്പിക്കാൻ പറ്റും. പക്ഷെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവസന്നിധിയിൽ നമ്മൾ എങ്ങനെയാണ്? എന്താ നാം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ജീവിതത്തിൽ താലോലിക്കുന്നത്, ജീവിതത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത്? സ്വയം ഒന്ന് ശോധന ചെയ്ത് നോക്കിയേ, സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന 2 കുഴപ്പങ്ങളാണ്. ഒന്ന്, ഡിമിനിഷിങ് ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം കുറഞ്ഞു കുറഞ്ഞു വരിക. 2, പാപബോധമില്ല. ഇത് വലിയ അപകട സൂചനയാണ്. ഒന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ദൈവഭയം കുറഞ്ഞു കുറഞ്ഞു വരുമല്ലേ നമുക്ക്? ആർക്കാ കൂടുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 2, പാപബോധമില്ല. നമ്മൾ കരയുന്നുണ്ട് പള്ളി വന്നിട്ട്, അത് നമ്മുടെ പെറ്റീഷന് വേണ്ടി മാത്രമാണ്. നമ്മുടെ പ്രശ്നം മാറാനും രോഗം മാറാനും ജോലി സ്ഥിരപ്പെടാനും കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും വേണ്ടിയാ. പക്ഷെ ഇടറിപ്പോയ ജീവിതത്തെ പറ്റി ഒന്ന് കരയാനും ഒന്ന് ചങ്ക് പിടയാനും നമുക്ക് എത്ര പേർ കഴിയുന്നുണ്ട്? ഒരാളുടെ ദൈവഭയം കുറഞ്ഞു പോയാൽ, ഒരാളുടെ ജീവിതത്തിൽ പാപബോധമില്ലാതായാൽ കഴിഞ്ഞാൽ ഓർത്തോണം, വേറും പൊയ്മുഖം മാത്രമായി പോകും. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തമ്പുരാന് എല്ലാവരെയും ചേർത്ത് പിടിച്ച മനുഷ്യനല്ലേ? എല്ലാവരെയും ചേർത്ത് പിടിച്ച മനുഷ്യൻ. പക്ഷേ തമ്പുരാന് വളരെ പ്രയാസകരമായ കലിതുള്ളി നിന്ന് ആരുടെ മുൻപിലാണെന്നറിയാമോ? പരീശന്മാരുടെ സദൂക്യരുടെ മുൻപിലാ. അവരോട് പറഞ്ഞ പദം ഇങ്ങനെയാ പറയുന്നത്, എന്താ? നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറയാന്ന്, നിങ്ങൾ സർപ്പസന്തതിയാന്ന്. പുറമെ ഒരു കുഴപ്പമില്ല, എത്ര പെർഫെക്റ്റാ, അകം ചീഞ്ഞു നാറുക. പുറമെ ഒരു കുഴപ്പമില്ല, അകത്ത് വിഷവ. ദൈവം ഇത് കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആരും കാണാതെ ചില താലോലിക്കുന്ന തിന്മകൾ, ഇതിനെ ഉപേക്ഷിക്കാനിടയാണ് പ്രിയമുള്ളവരെ. എപ്പോഴും ഓർത്തോണം, നമ്മൾ തമ്പുരാൻ മാത്രമല്ല നമ്മളെ മോണിറ്റർ ചെയ്യുന്നത്, അടുത്ത ജനറേഷൻ നമ്മളെ മോണിറ്റർ ചെയ്യുക. അടുത്ത ജനറേഷൻ. നമ്മൾ ചിലപ്പം പള്ളി പറയും എന്താ അടുത്ത ജനറേഷൻ നമ്മളോടൊപ്പം ഇല്ലെന്ന്. കാര്യം എന്താണെന്നറിയാമോ? ചിലപ്പം അവരുടെ ജീവിതത്തിൽ അവർ കാണേണ്ടതൊന്നും നമ്മുടെ ഇടയിൽ കാണുന്നില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് മോഡലാകാൻ കഴിയാത്തത് കൊണ്ടാണ്. എൻ്റെ പള്ളി ഒരല്പം പ്രയാസവും പ്രശ്നമൊക്കെ ഉള്ളൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ 1-2 ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ അത്ര ആക്റ്റീവല്ല, ഇങ്ങനെ മാറി നിൽക്കുക, പാസീവായിട്ട് നിൽക്കുക. ഞാൻ അവന്മാരോട് പറഞ്ഞു, പള്ളിയിലൊക്കെ വരണ്ടേ, എല്ലാത്തിലും ചേർന്ന് നിൽക്കണ്ടേ? അപ്പോൾ അതിലൊരുവൻ്റെ പറഞ്ഞു, അച്ഛാ ജനറൽ ബോഡിയിലൊക്കെ നടക്കുന്നത് ഞങ്ങൾക്ക് അറിയാമെന്ന്. ഞാനവൻ എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? ചില സമയം നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താ ഈ രാഷ്ട്രീയത്തെക്കാൾ തരംതാണ ഒരു പൊളിറ്റിക്സ് നമ്മുടെ പള്ളി വരുന്നില്ലേ? അടുത്ത ജനറേഷന് മോഡലാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആവശ്യമില്ലാത്ത തർക്കങ്ങൾ, ആവശ്യമില്ലാത്ത തരംതാണ അവസ്ഥകൾ. ദൈവത്തിൻ്റെ മുൻപിലാണെന്നും ദേവാലയത്തിൻ്റെ ഉള്ളിലാണെന്നും ഒരു ബോധവും ഇല്ലാതെ തരംതാണ് ജീവിക്കുക. ചിലപ്പോഴ് നമ്മളെന്ന ഭാവം, നമ്മുടെ പണം കൊണ്ടെന്തോ പ്രയോജനമാണ്, നമ്മുടെ മിടുക്ക് കൊണ്ടെന്തോ പ്രയോജനമാണ്. തമ്പുരാൻ്റെ മുൻപിലാണെന്നും ദേവാലയത്തിൻ്റെ ഉള്ളിലാണെന്നും ബോധമില്ലെങ്കിൽ പോയില്ലേ എല്ലാം. അടുത്ത ജനറേഷൻ നമ്മളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവമുണ്ട്. എൻ്റെ മൂത്ത മകൾ 6 വയസ്സായിരുന്ന സമയം ഞാനും എൻ്റെ ഭാര്യയും കൂടെ തമ്മിലൊരു പിണക്കം ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ എന്തോ കാര്യത്തിനൊന്ന് തർക്കിച്ചു. എൻ്റെ ശബ്ദം അല്പം ഉയർന്നു. നന്നായിട്ട് അവളോട് ദേഷ്യപ്പെട്ടു. എൻ്റെ കൊച്ച് എന്നെ ദയനീയമായിട്ടൊരു നോട്ടം നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ നിറഞ്ഞൊഴുകി. അവൾ നോക്കിയതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അച്ഛനാന്നാ പറയുന്നത്, പള്ളി പ്രസംഗിക്കുന്ന ആളാന്നാ പറയുന്നത്, കുർബാന എടുക്കുന്ന ആളാന്നാ പറയുന്നത്. ഈ മനുഷ്യന് എൻ്റെ അമ്മയോടൊന്ന് സ്നേഹത്തോടെ ഇടപെടാൻ പറ്റുന്നില്ലേ എന്നുള്ളത് എനിക്ക് വലിയ വിഷമമാണ്. ഞാൻ എൻ്റെ കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇനിയും പരമാവധി ഇങ്ങനെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എടി വഴക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിനിയും പിള്ളേരില്ലാത്ത സമയത്ത് വഴക്കുണ്ടാക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചിൻ്റെ മുൻപിൽ ഞാൻ ഈ കാപ്പായിട്ടിട്ട് കാര്യം എന്നതാ പ്രിയമുള്ളവർ? ഇവിടെ പുൾപ്പിറ്റിൽ നിന്ന് പ്രസംഗിച്ചിട്ട് കാര്യം എന്നതാന്ന്?
എൻ്റെ വീട്ടിൽ സ്വർഗം പണിയാൻ കഴിയുന്നില്ലെങ്കിൽ നാട്ടിൽ സ്വർഗം പണിന്നിട്ട് കാര്യം എന്നതാ? എൻ്റെ ഈ ഇളയ മകൾ കോട്ടയത്ത് പഠിക്കുന്ന ഒരു സംഭവം കൂടെ, പക്ഷേ ഞാൻ ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇളയ മകൾ കോട്ടയത്ത് പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫൂടെ അവളെ കാണാനായിട്ട് പോയി. തിരിച്ചു വരുന്ന സമയം നട്ടുച്ച സമയമായപ്പോഴേ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഇടയിൽ പറഞ്ഞു, എടി ഉച്ച സമയമല്ലേ, നമുക്കൊരു അല്പം ആഹാരം കഴിക്കാം. എന്നിട്ട് തിരുവല്ലായിൽ തോംസൺ എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്, അതിൻ്റെ അപ്സ്റ്റെയറിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുക്ക് പറഞ്ഞു, നമ്മൾ രണ്ടൊരു അല്പേ കഴിക്കുകയുള്ളൂ, അതുകൊണ്ട് ഒരു പ്ലേറ്റ് മേടിച്ചിട്ട് നമുക്കങ്ങ് ഷെയർ ചെയ്താൽ പോരെ. അവളും പറഞ്ഞു അത് മതി, വെറുതെ വേസ്റ്റ് ആക്കണ്ടായല്ലോ. അവിടെ ചെന്നിട്ട് വെയിറ്റിൻ്റെ അടുക്ക് ഒരു പ്ലേറ്റ് ഫുഡ് ഓർഡർ ചെയ്ത് എന്നിട്ട് പറഞ്ഞ് 2 പ്ലേറ്റ് കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അങ്ങേര് സൂക്ഷിച്ച് ഞങ്ങളെ നോക്കി, എന്തൊരു മനുഷ്യരെന്നുള്ള മട്ടിൽ. ഞങ്ങളിങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്തെ ടേബിളിൽ 4 പേരിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അവരെന്നിട്ട് ഞങ്ങളെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് എനിക്ക് അവരെ ഒരു പരിചയമില്ല. ഞാൻ ഭാര്യ എടുക്ക് പറഞ്ഞെടി, നിനക്ക് അവരെ അറിയൂ, അവർ നമ്മളെ നോക്കുന്ന എന്തൊക്കെയോ പറയുന്നത്. അവൾ പറഞ്ഞു എനിക്കും അറിയത്തില്ല. ഒരു പ്ലേറ്റ് ഭക്ഷണമല്ലേ മേടിച്ചത്, ഞങ്ങൾ 2 പേരല്ലേ കഴിച്ചത്, അല്പം പോലും വേസ്റ്റാക്കാതെ മുഴുവനും കഴിച്ചു. വെയിറ്ററിനെടുക്ക് പറഞ്ഞു ബില്ല് തരാൻ. വെയിറ്റർ പറഞ്ഞു അച്ഛൻ്റെ ബില്ല് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ആരാ കൊടുത്തത്? അപ്പുറത്തെ ടേബിളിലുള്ളവർ അച്ഛൻ്റെ ബില്ലൂടെ കൊടുത്തത്. അപ്പോൾ എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. ഒരു പരിചയമില്ലാത്തവർ എൻ്റെ ബില്ല് കൊടുക്കുക. ഞാൻ പക്ഷേ വളരെ വിനയത്തോടെ അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ബില്ലിങ് ഇതാ, ഞാൻ അടച്ചോളാം. അപ്പോൾ അവർ പറഞ്ഞു അച്ചോ ഓൾറെഡി പേ ചെയ്ത് കഴിച്ചു, ഇനി എന്നാ ചെയ്യാൻ? ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ലല്ലോ. അവരും പറഞ്ഞു അച്ഛനെ ഞങ്ങൾക്ക് ഒരു പരിചയമില്ല. ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ എൻ്റെ ബില്ല് കൊടുത്തത്? അപ്പോൾ അവർ പറഞ്ഞു അച്ഛാ ഞങ്ങൾ US-ലുള്ളവരെ, ഫിലാഡൽഫിയയിലുള്ളവരെ, മർത്തോമാ സഭക്ക ഇടവക അംഗങ്ങൾ അവിടുത്തെ. ഞങ്ങൾ നാട്ടിൽ അവധിക്ക് വന്നു. പല വീടുകളിലൊക്കെ പലയിടത്തും പോകുന്ന സമയത്ത് ഉച്ചയാണ് ഇവിടെ കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നുണ്ട്. അപ്പുറത്തെ ടേബിളിൽ അച്ഛനും അച്ഛൻ്റെ വൈഫോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷം തോന്നി. അതുകൂടെ കൊടുത്തന്നേ ഉള്ളൂ, ഇത്രയ്ക്കിത്ര രൂപയേ ഉള്ളൂ, അതിനിച്ചിരി പരിഭവിക്കേണ്ട കാര്യം എന്നതാ. എൻ്റെ പരിഭവം എല്ലാം മാറി. അവരോട് സ്നേഹമായി പരിചയപ്പെട്ടു, പേരൊക്കെ ചോദിച്ചു, വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനും ഭാര്യയും കൂടെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയെടുക്കെ പറഞ്ഞു, എടി എന്നാലും ഒരു ഗോൾഡൻ ചാൻസാണ് നമ്മൾ കളഞ്ഞു കുളിച്ചത്. നമുക്ക് 2 പേർക്കും ഓരോ പ്ലേറ്റ് ഭക്ഷണം മേടിക്കായിരുന്നു. അത് മാത്രമല്ല 7-8 എണ്ണം പാഴ്സലും മേടിക്കായിരുന്നു. വൈകിട്ട് കഴിക്കായിരുന്നു. ഫ്രീസറിൽ വെച്ചിട്ട് ചൂടാക്കി, നിങ്ങൾ വെക്കുന്ന പോലെ ഫ്രീസറിൽ വെച്ച് ചൂടാക്കിയിട്ട് പിറ്റേ ദിവസവും കഴിക്കാമായിരുന്നു. അപ്പം അവള് എന്നെ കളിയാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. അവർ മേടിച്ചു തരാൻ കാര്യം എന്താ? എന്നെ കളിയാക്കാൻ വേണ്ടിയാ. അവർ മേടിച്ചു തരാൻ കാര്യം എന്താണെന്നറിയാമോ? അവർ നോക്കിയപ്പം ഒരു ദരിദ്രവാസി അച്ഛൻ ഒരു പ്ലേറ്റ് ഭക്ഷണം മേടിച്ചിട്ട് 2ആയിട്ട് ഷെയർ ചെയ്യുന്നു. അവർക്ക് എന്നോടൊരു സഹതാപം തോന്നി അങ്ങ് മേടിച്ചു തന്നതാ, അല്ലാതെ നിങ്ങളെ കണ്ടുകൊണ്ടല്ലെന്നുള്ള മട്ടിൽ അവൾ പറഞ്ഞു. ഈ കാര്യം ഞാൻ വീണ്ടും പലയിടത്തും പരീക്ഷിച്ച് നോക്കിയിട്ട് പിന്നെ ഒരിടത്തും വിജയിച്ചിട്ടില്ല കേട്ടോ. അപ്പം പക്ഷെ എന്നെ അതല്ല സ്പർശിച്ചത്. ഞാൻ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുക്ക പറഞ്ഞു, എടി എന്നെ ഇത് വളരെ സ്പർശിച്ചു. എന്നെ ഒരു പരിചയമില്ലാത്തവർ ഈ ഹോട്ടലിൻ്റെ സ്റ്റെപ്പ് കയറുന്നത് പോലെ എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എവിടെല്ലാവാ പോകുന്നത്, നീ എവിടെല്ലാവാ പോകുന്നത്, നമ്മളെല്ലാവരും മുഴുവൻ ആളുകളും വാച്ച് ചെയ്യത്തില്ലേ? പ്രിയമുള്ളവരെ എപ്പോഴും ഓർക്കണം, നമ്മൾ ഈ പുറം പകിട്ട് നിൽക്കുന്നത് മാത്രമല്ല, സമൂഹം നമ്മളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പേരെന്താണെന്നറിയാമോ? ജെൻസികളെന്താ? അവർ ഷാർപ്പാ. നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലൂ പ്രിൻറ്റിങ് കിട്ടും, യാതൊരു സംശയമില്ല. നിങ്ങൾ വലിയ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സൺഡേ സ്കൂൾ പള്ളി ആരാധനയ്ക്ക് നേരത്തെ വരണമെന്ന് പറഞ്ഞ സൺഡേ സ്കൂൾ ടീച്ചറാ കുർബാന പടിഞ്ഞാറോട്ട് എടുക്കുമ്പോൾ വരുന്നത്. കൊച്ചിൻ്റെ മനസ്സിലൊരു ഗ്രാഫുണ്ട്, ഒന്നാലോചിച്ച് നോക്കി. പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല, വേണ്ടാന്നല്ല, പക്ഷേ അകവും പുറവും ഒരുപോലെ ആകണം. സ്ത്രീയിലെ നിന്റെ കുഴപ്പം ഇതാണ്, നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് നീ ചിന്തിക്കുന്നത്, പക്ഷേ ചീഞ്ഞു നാറിയത്, വിഷം വമിക്കുന്നത് നിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതാ നിന്റെ പാളിച്ച, നിന്റെ അകവും പുറവും ഒരുപോലെ ആകണം. 3 ഞാൻ പെട്ടെന്ന് തീർത്തോളാം കേട്ടോ, ഇനി 2-3 എത്ര സമയം എടുക്കും? 3-ാമത്തേത് 7:8 എഫ്രൈമേ കലർന്നിരിക്കുന്നു, എഫ്രൈം മറിച്ചിടാത്ത ദോശ, ഹാഫ് ബേക്ക്ഡ് കേക്ക്. ഈ മെറ്റഫർ ഈ നമ്മുടെ അമ്മമാർക്കും പെൺകുഞ്ഞുക്കൾക്കും അറിയാം. ഇവിടുത്തെ നാട്ടിലെ പോലല്ല, ഇവിടെ പുരുഷന്മാരും അടുക്കളയിൽ കയറുന്നവരാണെന്നറിയാം. ഞങ്ങളൊന്നും നാട്ടിൽ കയറത്തില്ല, ഇവിടെ അല്ലാതെ പറ്റില്ല പോട്ടെ. അപ്പോൾ അമ്മമാർക്കും പെൺകുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അടുക്കള ജോലി നല്ലതായിട്ടുള്ള സമയത്ത് അമ്മമാർ പെൺകൊച്ചുങ്ങളുടെ അടുക്ക് പറയും, വേണ്ട കല്ലിൽ മാവ് ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കിയേക്കണേ. അമ്മ അപ്പുറത്തോട്ട് പോകും. കൊച്ച് ചട്ടുക എന്ന് പറഞ്ഞ സാധനം അറിയാമല്ലോ,
ചട്ടുവം പിടിച്ചുകൊണ്ട് കൊച്ചു നിൽക്കപ്പോഴാണ് വാട്സപ്പിലെ മെസ്സേജ് വരുന്നത്, നോക്കിയിരിക്കും. കരിഞ്ഞ മണം കേട്ടോണ്ട് അമ്മ വരുന്നത്, നോക്കിയാൽ അടിവശം കരിഞ്ഞിരിക്കുന്നു, മോൾ വശം പച്ചമാവ്. അമ്മ ചട്ടുകത്തി കോരിയെടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ തട്ടും. ഇസ്രയേൽ ഇവിടെ പറയുക, ഇസ്രയേലെ ഹാഫ് ബേക്കഡ് കേക്കാ, നീ വേസ്റ്റാ, ഒന്നിനും കൊള്ളില്ലെന്ന് പറയുക. എപ്പോഴാണ് പറയുന്നതെന്ന് ഓർത്തോണം. ഇസ്രയേൽ ഏറ്റവും അധികം സാമ്പത്തിക ഉയർച്ചയിൽ നിൽക്കുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇതിൻ്റെ പരിച്ഛേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം പീരീഡാണ് ആമോസ് പ്രവചനം. അവിടെ പറയുന്നുണ്ട് ഇസ്രയേലിൻ്റെ ഈ പണമുണ്ടാക്കി ഇസ്രയേലിലെ പ്രഭുക്കന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും കച്ചവടക്കാരും ഭൗതികമായ നേട്ടം എങ്ങനെ ഉണ്ടാക്കിയെന്നും അതിനെന്തെല്ലാം അനധികൃത മാർഗം സ്വീകരിച്ചെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ഇവരുടെ ആർഭാടത്തെ പറ്റി. ആനക്കൊമ്പുള്ള കട്ടിലിൽ കിടന്ന് സൂഹിക്കുക, രമ്യഹർമ്മങ്ങളിൽ മതിക്കുകയാണ്, ഉദ്യാനങ്ങൾ ഉണ്ടാക്കുക. ഇതിന് പണം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? പാവപ്പെട്ട ജനത്തിന് നികുതി ഏർപ്പെടുത്തി, ടാക്സ് ഏർപ്പെടുത്തി. കച്ചവടക്കാര് കള്ള തുലാസ് ധാന്യത്തിൽ മായം ചേർക്കുക. ജഡ്ജസ് കൈക്കൂലി മേടിച്ചിട്ട് പാവപ്പെട്ടവൻ്റെ ന്യായം അട്ടിമറിക്കുക. രാജാക്കന്മാര് സുഖലോലുപരായിട്ട് കഴിയുക. പ്രവാചകന്മാർ കള്ള പ്രവചനം നടത്തുക. പുരോഹിതന്മാര് ആർഭാടത്തിന് വേണ്ടി എന്നും കാണിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും തിരഞ്ഞെടുത്തത് പാവപ്പെട്ട ജനത്തിന്റെ കണ്ണീരൊപ്പാനാ. ഇവരെന്താ ചെയ്യുന്നത് അറിയാമോ? അവരെ പീഡിപ്പിച്ചിട്ട് സുഖിച്ചു മതിക്കുക. അവിടെ ദൈവം പറയുന്നത് ഇത് നിനക്ക് കണ്ടകോടാലിയായിട്ട് വരും, നാശമായിട്ട് വരും, ഇതിന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് അടിസ്ഥാനമാകും. പ്രിയമുള്ളവരെ, പണം അതിൽ തന്നെ ദോഷമൊന്നുമല്ല. പക്ഷേ മനുഷ്യനെ ചതിച്ചുണ്ടാക്കുന്നതും കബളിപ്പിച്ചുണ്ടാക്കുന്നതും കണ്ണുനീര് വീണതും കാര്യവിചാരബോധമില്ലാതെ ഭൗതിക സുഖത്തിൽ മാത്രം രമിക്കുന്നതും പാപമാണെന്ന് വേദപുസ്തകം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും രീതിയിൽ വിഹിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷം തരുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഭൗതികമായതല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം, മറിച്ച് നമ്മൾ അതിനെ എങ്ങനെ ധാർമ്മികമായിട്ട് അതിനെ കാണുന്നു, എങ്ങനെ നീതിബോധത്തോടെ കാര്യവിചാര ബോധ്യത്തോട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഇക്കണോമിക് മൊറാലിറ്റി വേണം, ഒരു ഇക്കണോമിക് സ്റ്റിവാർഡ്ഷിപ്പ് ക്വാളിറ്റി വേണം നമുക്ക്, ഒരു ധാർമ്മിക ബോധ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജനങ്ങൾ വിഷമിക്കുക. ഇവിടെ ഒരു വാക്യം കൂടെ ഉണ്ട്, ഇസ്രയേൽ ജാതികളോട് കലർന്നിരിക്കുന്നെന്ന്. കാരണം ഇസ്രയേൽക്ക് യഹോഭക്തി ഇല്ല. പക്ഷേ പെരുന്നാൾ വരുമ്പോഴത്തേക്ക് യഹോയുടെ പെരുന്നാൾ അങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. പക്ഷെ ആ സമയത്ത് പാവപ്പെട്ട ജനം കണ്ണീർ കയത്തിലാണ്. അത് കാണാതെ യഹോയുടെ പെരുന്നാൾ അർപ്പിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? പള്ളിക്ക് വാരിക്കോരി കൊടുത്തിട്ട് സ്വന്തം സഹോദരന്റെ വിഷമത്തിൽ സഹായിക്കാതിരുന്നിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഒരു കാര്യമില്ലെന്നേ. ഒരു സ്റ്റിവാർഡ്ഷിപ്പ് ക്വാളിറ്റി വേണം, ഒരു സാമ്പത്തിക ധാർമ്മികത വേണം. കണ്ണുനീര് വീണത് കബളിപ്പിച്ചെടുത്ത് സ്വസ്ഥത തരില്ല. സാമ്പത്തിക ഭദ്രതയിൽ നമ്മളായിരിക്കുമ്പോൾ, മറ്റുള്ളവൻ്റെ വിഷമം കാണാതെ ഇരിക്കുമ്പോൾ അതും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടതായിട്ട് മാറത്തില്ല. ജീവിതത്തിൻ്റെ സന്തോഷം ജീവിതത്തിൻ്റെ ആത്യന്തികമായത് സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളതാണ്. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയും കൂടെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. അമേരിക്കയിൽ ഈ സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലോട്ട് എന്നാ പറയുന്നത്, 3 ചെറുപ്പക്കാർ അവിടുത്തെ ഒരു കാർണിവൽ കാണാനായിട്ട് പോയി. കാർണിവൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കാർണിവലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കണം. പക്ഷേ ഹോട്ടലുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു, താമസിക്കാൻ ഇടമില്ല. അന്വേഷിച്ചപ്പോഴത്തേക്ക് റിസപ്ഷനിൽ പറഞ്ഞു, ഈ ഹോട്ടൽ 101ാമത്തെ നിലയിൽ ഒരു മുറിയുണ്ട്, അത് മാത്രമേ ഉള്ളൂ വേക്കൻറ്റ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല. പിന്നെ എങ്ങനെ കയറാൻ? അവർ തിരിച്ചു പോരാൻ നേരത്ത് മൂന്നാമൻ പറഞ്ഞു, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വന്നതാ, എങ്ങനെയായാലും നമുക്ക് അതിനകത്ത് കയറിയേ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ചില മോറൽ സ്റ്റോറികൾ പറയാം, എന്നിട്ട് പറഞ്ഞു കയറാം. നമ്മൾ നടപ്പറിയത്തേയില്ല, ടേൺ അനുസരിച്ച് പറയാം. അങ്ങനെ 1ാമൻ 2ാമൻ 3ാമൻ ടേൺ അനുസരിച്ച് കഥകൾ പറയാൻ തുടങ്ങി. 1ാമൻ പറഞ്ഞു, 2ാമൻ പറഞ്ഞു, 3ാമൻ പറഞ്ഞു. കുറച്ച് നില കയറി 10ാമത്തെ നിലയിലെത്തി. വീണ്ടും കിടക്കുക 91 നിലകൾ. ഇനി എന്നാ ചെയ്യും? 3ാമൻ പറഞ്ഞു, ഇനിയുണ്ട്, നമുക്ക് ജോക്സ് പറയാം. അപ്പോൾ ഇച്ചിരൂടെ നമ്മൾ ത്രില്ലാണ്. അപ്പം അങ്ങനെ 1ാമൻ 2ാമൻ 3ാമൻ അവർ ജോക്സ് പറഞ്ഞു, അതനുസരിച്ച് സന്തോഷിച്ച് അവർ കയറി 50ാമത്തെ നിലയ്ക്ക് എത്തി. ഇനി എത്ര ഉണ്ട്? 51 നിലകൾ, 51, 51 നിലകളുണ്ട്. ഇനി എന്നാ ചെയ്യും? 3ാമൻ പറഞ്ഞു, ഇനിയും മാർഗമുണ്ട്, നമുക്ക് ഹൊറായിട്ടുള്ളത് പറയാം, പീഡിപ്പിക്കുന്നത്, മനുഷ്യനെ വിറപ്പിക്കുന്നത്. അപ്പോൾ ഇച്ചിരൂടെ നമുക്ക് പെട്ടെന്ന് നമ്മളങ്ങ് കയറും, അവിടെ അങ്ങ് എത്തും. അങ്ങനെ 1ാമൻ പറഞ്ഞു 75ാമത്തെ നിലയിലെത്തി. 2ാമൻ പറഞ്ഞു 100ാമത്തെ നിലയിലെത്തി. ഇനി എത്ര പേര് കഥ പറയാനുണ്ട്? ഒരാൾ. എത്ര നില കയറാനുണ്ട്? മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾ മിടുക്കരാ. 3ാമൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ഹൊറായിട്ടുള്ളതല്ല ഞാൻ പറയുന്നത്, അതിനേക്കാൾ ഭയപ്പെടുത്തുന്നതാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒത്തിരി ഭീകരമായിട്ടുള്ള, അതിനേക്കാൾ ഭീകരമായിട്ടുള്ളത് അല്ല, ഏറ്റവും ഭീകരമായിട്ടുള്ളത്, ഏറ്റവും ഹൊറായിട്ടുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്.
ഒന്നാമനും രണ്ടാമനും ഇങ്ങനെ സൂക്ഷിച്ച് മൂന്നാമനെ നോക്കി. എന്താ പറയാൻ പോകുന്നത്? മൂന്നാമൻ പറഞ്ഞു, നമ്മുടെ 101 നമ്പർ മുറിയുടെ താക്കോലില്ലേ, കീ ഇല്ലേ, റിസപ്ഷനിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. യു ആർ ഓൺ ദ ടോപ്പ് ഫ്ലോർ ഇൻ ദ എവറി സെൻസ് ബട്ട് ദ കീ ഈസ് മിസ്സിങ്. ഏറ്റവും മുകളില കീ ഇല്ല, പ്രയോജനം എന്നതാ? എല്ലാം ഉണ്ടായിട്ട് കാര്യമല്ലോ ഉണ്ടോ? ആവോളം ഉണ്ടായിട്ടും ചിലപ്പോൾ സമാധാനമില്ലാത്ത സാഹചര്യമില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കണം. തമ്പുരാൻ സമ്പത്ത് തന്നത് അതിനൊരു ധാർമ്മികതയോടുകൂടി ഉപയോഗിക്കാൻ വേണ്ടിയാ, ഒരു സ്റ്റിവേർഷിപ്പ് ക്വാളിറ്റിയോടുകൂടി മറ്റുള്ളവരുടെ കണ്ണുനീരിനെ ഒപ്പാൻ കൂടിയാണ്. അത് തിരിച്ചറിയണം. പണം വേണ്ടെന്നല്ല, പണം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇസ്രയേലേ, നിന്റെ കുഴപ്പം ഇതാ, നീ യഹോവയ്ക്ക് പെരുന്നാൾ വരെ നടത്തുക, എന്നിട്ട് പാവപ്പെട്ട ജനത്തിൻ്റെ കണ്ണുനീര് കാണുന്നില്ല, പള്ളിക്ക് വാരിക്കോടി കൊടുക്കുന്നുണ്ട്. വേദനിക്കുന്നവൻ്റെ കണ്ണുനീരൊപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് എന്ത് പ്രയോജനമാണ്? 4 അതുകൂടെ പറഞ്ഞിട്ട് നിർത്തണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 4, 5 ഉണ്ട്, പക്ഷെ ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. 4-ാമത്തേത് 7:11. എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്. യു ആർ ലൈക്ക് സില്ലി സെൻസ്ലെസ് ഡോവ്. ഡോവ് സിംബൽ ഓഫ് ഇന്നസെൻസ് ആൻഡ് പീസ്. നിഷ്കളങ്കതയുടെ പ്രതീകമാണ് പ്രാവ്. നിഷ്കളങ്കരായി ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ചില മനുഷ്യരുണ്ടല്ലോ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളവർ, നമ്മൾ മലയാളത്തിൽ പറയും വെറും പാവം പിടിച്ച മനുഷ്യരെന്ന് പറയും. വെറും പാവം പിടിച്ച മനുഷ്യർ. പക്ഷേ ഈ വെറും നിഷ്കളങ്കരായാൽ, വെറും പാവം പിടിച്ചവരായി കഴിഞ്ഞാൽ ഓർത്തോണം, ഏതെങ്കിലും കുരുക്കി വീഴും. അതുകൊണ്ടാണ് തമ്പുരാൻ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പോലും പറയുന്നത്, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായാൽ മാത്രം പോരാ, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമാകണം. പ്രാവിനെ ട്രാപ്പിലാകാൻ എളുപ്പമല്ലേ? ഇച്ചിരി ധാന്യം ഇട്ടിട്ട് ഒരു ട്രാപ്പ് വെച്ചാൽ അത് കയറി തരും. എത്ര എളുപ്പമാണ്. അപ്പോൾ വെറും നിഷ്കളങ്കരായി ജീവിച്ചിട്ട് കാര്യമൊന്നുമല്ലെന്നേ. ഉള്ള കെണിയിലെല്ലാം പെടും. ആർക്കും വേണേ ചതിക്കാം, ആർക്കും വേണേ കബളിപ്പിക്കാം. അപ്പോൾ നിഷ്കളങ്കരായാൽ മാത്രം പോരാ, വിവേകം വേണം, വിവേകം വേണം. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞു ഇസ്രയേലിന് 2 സഖ്യരാജ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. അസീറിയ ആൻഡ് ഈജിപ്റ്റ്. ഈജിപ്റ്റുമായിട്ടൊരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി, അസീറിയയ്ക്കുമായിട്ട് അവർക്ക് ടാക്സ് കൊടുത്തിട്ട് അവരുമായിട്ട് സമാധാനം ഉണ്ടാക്കിയിട്ട് ശത്രു രാജ്യങ്ങളെ അവരുടെ കൂടെ ഫ്രണ്ട്സാക്കി മാറ്റി. എന്നാൽ അസീറിയ തന്ത്രശാലികളായിരുന്നു. അവരെന്താണെന്നറിയാം, അവരുടെ മുൻപിലുള്ള ലക്ഷ്യം എങ്ങനെ ഇസ്രയേലിനെ തകർക്കണമെന്നുള്ളതാണ്. അങ്ങനെ അവർ ഇസ്രയേലിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ചാരന്മാരെ സ്പൈ വിട്ട് അവർ മനസ്സിലാക്കുക. എന്നിട്ട് ഇസ്രയേലിനെ എങ്ങനെ തകർക്കണമെന്ന് ചിന്തിച്ച് സർവ്വസന്നാഹങ്ങളും ഒരുക്കുകയാണ്. ഇസ്രയേൽ ചിന്തിക്കാത്ത നിമിഷം ഓർത്തോണം, ഇസ്രയേൽ ടാക്സ് കൊടുത്ത് സഖ്യം ഉണ്ടാക്കിയ ഒരു രാജ്യം പ്രതീക്ഷിക്കാത്ത നിമിഷം ഇസ്രയേലിനെ ആക്രമിക്കുക. ഇസ്രയേൽ മറ്റൊരു സഖ്യരാജ്യമായ മിസ്രൈമിനെ സഹായത്തിന് വേണ്ടി വിളിക്കുന്നു. പേടിച്ചു പോയോ? അവർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അസീറിയ എന്താ ചെയ്തതെന്നറിയാമോ? ഇസ്രയേലിൻ്റെ കൗമാരക്കാരെ, യൗവനക്കാരെ അടിമകളാക്കുന്നു, എന്നിട്ട് ചങ്ങലയിടുന്നു, എന്നിട്ട് അസീറിയയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്ക്. അസീറിയയിലേക്ക് പോയ ഇസ്രയേൽക്കാരായ ആളുകൾ പിന്നീട് ഒരിക്കലും സ്വന്തം ദേശം കണ്ടിട്ട് പോലുമില്ല. ഇനി നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച്. ഈ എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്, അവർ മിസ്രൈമിനെ വിളിക്കുന്നു, ഈജിപ്തിനെ വിളിക്കുന്നു. അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവർ അസീറിയയിലേക്ക് പോകുന്നു. എന്താണെന്നറിയാവോ? അടിമകളായിട്ട് അസീറിയയിലേക്ക് പോയെന്ന അർത്ഥം. പ്രിയമുള്ളവരെ, എനിക്കിത് പറയാനുള്ളത് നമ്മുടെ ചില അടുത്ത ജനറേഷനിലുള്ള കുഞ്ഞുങ്ങളെ പറ്റിയാണ്. ഇന്ന് ആധുനിക അസീറിയകൾ ഒത്തിരിയുണ്ട്. കെണികൾ ഒരുക്കി, ട്രാപ്പുകളൊക്കെ ഒരുക്കി, സ്നേഹം ഭാവിച്ച്, വശീകരിച്ച്, ചതിച്ച് തകർക്കുന്ന ആധുനിക അസീറിയകൾ. ഒരു കുടുംബത്തെ തകർക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം ലക്ഷ്യം വെക്കേണ്ടത് അടുത്ത ജനറേഷനെയാണ്, ഒരു കുടുംബത്തെയും സമൂഹത്തെയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾ പോകും, നമ്മുടെ സമൂഹം തകർന്നു പോകും. അതുകൊണ്ട് ഇന്നത്തെ ആധുനിക അസീറികളുടെ ചിന്തകൾ നമ്മുടെ അടുത്ത തലമുറകളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലരും നിഷ്കളങ്കര, ഇന്നസെൻ്റാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും, നാട്ടിലുള്ളവരെക്കാളും നിഷ്കളങ്കര ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ. അങ്ങനെ നിഷ്കളങ്കരാണ് ട്രാപ്പിൽപ്പെടാനുള്ള സാധ്യതകൾ ഏറെ. അതുകൊണ്ട് നമ്മളേറെ ചിന്തിക്കണം ഇത്. ഇന്നത്തെ നിങ്ങൾ പത്രദ്വാരമൊക്കെ വായിക്കുന്നതും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കാണുന്നതും ഒരാളെ തകർക്കുന്നത് ട്രാപ്പിലൂടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലേ? ഹണി ട്രാപ്പ്, മണി ട്രാപ്പ്, ലഹരി ട്രാപ്പ്, കൊട്ടേഷൻ സംഘം, ഗെയിം ട്രാപ്പ്. വേണ്ട, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കൊറിയൻ ഗെയിമിന് അടിമപ്പെട്ടിരിക്കുക.
നിങ്ങൾ ഞെട്ടിപ്പോകും. ഗാസിയാബാദ് എന്ന സ്ഥലം, ഇന്ത്യയിലെ ഗാസിയാബാദ് എന്ന സ്ഥലത്ത് സമ്പന്ന കുടുംബത്തിലെ 3 പെൺകുട്ടികൾ, നിഷിക, നിഖി, പ്രാച്ചി എന്ന 3 കുഞ്ഞുങ്ങൾ, 16, 14, 12 വയസ്സ്, കൊറിയൻ ഗെയിമിന് അടിമയായിപ്പോയി. ഓരോ സ്റ്റേജസാ, ചലഞ്ച്. അവസാനം മുകളിൽ നിന്ന് താഴോട്ട് ചാടണം. കുഞ്ഞുങ്ങൾ 3 പേരും ചാടി, 3 പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊരു ദുരന്തമാ. ചില ട്രാപ്പിൽപ്പെട്ടാൽ തിരിച്ചു വരാൻ പറ്റില്ല. നമ്മുടെ ചില സംഭവങ്ങൾ, നാട്ടിലെ സംഭവങ്ങൾ എനിക്ക് പറയാൻ അറിയും, ഇവിടുത്തെ എനിക്ക് അറിയില്ല. പക്ഷേ ചില നാട്ടിലെ സംഭവങ്ങൾ മാതാപിതാക്കളുടെ ചങ്ക് പിടയ്ക്കുന്നതാണ്. എന്നെ വളരെ ഭാരപ്പെടുത്തിയൊരു സംഭവം, അക്ഷയ എന്നൊരു പെൺകുട്ടി തൊടുപുഴയിൽ MDMA ആയിട്ട് പിടിക്കപ്പെടുന്നു. MD, മാരകമായ മയക്കുമരുന്ന്. അവൾ പിടിക്കപ്പെട്ടതിന് ശേഷം, പോലീസ് പിടിയിലായതിനു ശേഷം, നിങ്ങൾ ആരെങ്കിലും മലയാളം ചാനലുകൾ കണ്ടെങ്കിലോ സോഷ്യൽ മീഡിയ കണ്ടെങ്കിലോ അറിയായിരിക്കും, അവൾ പിടിക്കപ്പെട്ടപ്പോഴത്തേക്ക് അവൾ കരയുന്നത് സാധാരണ കരയുന്ന പോലല്ല, ഞെട്ടി വിറയ്ക്കുക, ഇടയ്ക്കങ്ങ് ഭയന്ന് കരയുകയാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒരു മയക്കുമരുന്ന് ലോബിയുടെ ക്യാരിയർ ആയിരിക്കാം അവളെന്ന്? ഒരിക്കലുമല്ല. ആരോ ആ പാവപ്പെട്ട പെൺകുട്ടിയെ ട്രാപ്പിലാക്കിയതാ. റിമാൻഡിലായി അവളെ പേരൻസ് കാണാൻ ചെന്നു. എന്തോ ഒരു നിലവിളിച്ചുള്ള കരച്ചില, ക്ഷമിക്കണേ എന്നുള്ള നിലവിളി, എന്നെ ചതിച്ചതാണെന്നുള്ള നിലവിളിയൊക്കെ. പക്ഷേ എത്ര കരഞ്ഞാലും എത്ര നിലവിളിച്ചാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ പെൺകുട്ടിക്ക് എത്ര കാലം കഴിഞ്ഞാലും ഒരു സാധാരണ ജീവിതം കിട്ടുമെന്ന്? ചില ട്രാപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഭയാനകമാണ് ചില പ്രണയ ട്രാപ്പ്, ഹണി ട്രാപ്പ്. പ്രണയം തെറ്റാന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നല്ല പ്രണയങ്ങൾ ഉണ്ടാകട്ടെ, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ ഒരാളെ, കൗമാരക്കാരെ ചതിക്കാൻ ഏറ്റവും വലിയ ട്രാപ്പ് ഈ ഹണി ട്രാപ്പാ, പ്രണയ ട്രാപ്പാ. രാജ്യത്തെ മുഴുവനും ഞെട്ടിച്ച ഒരു തിരോധാന കേസുണ്ട്. നിങ്ങളൊക്കെ വായിച്ചതായിരിക്കാം. ആറ്റുകാലിലെ ബിന്ദു എന്ന അമ്മയുടെ ഏക മകൾ നിമിഷ, കാസർഗോഡ് സെഞ്ചുറി ദന്തൽ കോളേജിലെ മെഡിക്കയായ വിദ്യാർത്ഥിനി. പഠനത്തിൻ്റെ കാലയളവിൽ അവൾക്കൊരു പ്രണയമുണ്ടാകുന്നു. പ്രണയത്തിന് വേണ്ടി മതം മാറുന്നു, അയാളെ നിക്കാഹ് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അയാളോടൊപ്പം ചാവേർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു. അവിടെ വച്ച് അയാൾ കൊല്ലപ്പെടുന്നു. ഒരു സുപ്രഭാതത്തിൽ മകൾ കാണാതായതാണ് അമ്മ അറിഞ്ഞത്. 7.5 വർഷങ്ങൾക്ക് ശേഷം പെറ്റമ്മ അറിഞ്ഞ ആദ്യത്തെ വാർത്ത ഇങ്ങനെയാണ്: തൻ്റെ മകൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഒരമ്മ കേൾക്കേണ്ട വാർത്തയാണോ എന്ന് ഓർത്ത് നോക്കണം. അമ്മ പറയുകയാണ്, അവൾ കാണാതായതിൻ്റെ തലേ ദിവസം വരെ ഒരു ദിവസം 3 പ്രാവശ്യം കണക്കാണ് ഞാൻ അവളെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലെ കാര്യം എല്ലാം പറയും, നാട്ടിലെ കാര്യം എല്ലാം പറയും, പഠിക്കുന്ന കാര്യം എല്ലാം ചോദിക്കും. എല്ലാം അവളും പറയുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ അവൾക്കൊരു പ്രണയമുണ്ടായെന്നോ, അതിനുവേണ്ടി അവൾ മതം മാറിയെന്നോ, അയാളെ വിവാഹം കഴിച്ചെന്നോ, ഞാൻ അവസാനം വിളിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം അഫ്ഗാനിസ്ഥാനിലേക്ക് ചാവേറാവാൻ അവൾ പോകുന്നു എന്നോ ഞാനൊന്നും അറിഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പിച്ച വെച്ച നാൾ മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും താങ്ങായി തണലായി നിന്ന മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇങ്ങനെ പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കഴിയും? ഇതിങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ട്രാപ്പിൽ പെടുന്നത് സാധാരണ കുഞ്ഞുങ്ങളുമല്ല, അതാ നമ്മളെ ഭയപ്പെടുത്തുന്നത്. വളരെ മിടുക്കരായ കുഞ്ഞുങ്ങളാണ്. എനിക്കറിയില്ല എന്താ അങ്ങനെന്ന്. നിങ്ങൾ കേട്ടതല്ലേ, ഒരു 6 മാസം മുമ്പാ തിരുവനന്തപുരം ഇൻ്റലിജൻസ് ബ്യൂറോ, രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥ, 23.5 വയസ്സിലാണ് അവൾക്ക് ജോലി കിട്ടിയത്. മേഘ്ന, എന്തോ ഒരു ശമ്പളമായിരിക്കും. 25-ാമത്തെ വയസ്സിൽ ഡെപ്യൂട്ടേഷനിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിട്ട് തിരുവനന്തപുരത്ത് വന്നു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവൾക്കൊരു ഫോൺ കോൾ വന്നു. പെട്ടെന്ന് അവൾ ഡിപ്രസ്ഡായി. പാഞ്ഞ് വന്ന ട്രെയിനിൻ്റെ മുമ്പിൽ അവൾ തല വെച്ച് കൊടുത്തു. കാര്യം എന്നാണെന്നറിയാമോ? ഫോൺ ട്രേസ് ചെയ്തപ്പോഴത്തേക്ക് അവൾ അവസാനം വിളിച്ചത് ഒരു കൗമാരക്കാരനെയാണ്. അവനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവൻ്റെ ബാങ്കിൽ ഒരു പണം പോലും അപ്പനും അമ്മയൊക്കെ അവൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടില്ല. എല്ലാം അവന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അവസാനം 9,050 മാത്രം കണ്ട് അവളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അവന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. അവസാനം അവനെയാണ് വിളിച്ചത്. അവസാനം അവന് ചോദ്യം ചെയ്തപ്പോഴേ അറിഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞു അവന് മറ്റൊരു പെങ്കച്ചുണ്ടെന്ന്. പെട്ടെന്ന് പിടഞ്ഞു പോയി. അവളെ എന്തൊരു ധൈര്യപ്പെടുത്താൻ പോലും ആരുമില്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആർക്ക് പോയി? അവളുടെ അപ്പനും അമ്മയ്ക്കും പോയി. അവന് മറ്റൊരു പെങ്കൊച്ച്. വല്ലാത്തൊരു കാലമല്ലേ?
ചിലതൊക്കെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മാതാപിതാക്കളായിട്ട് മാറുക. എൻ്റെ അടുക്കൽ പേരൻസ് പറഞ്ഞൊരു അനുഭവം പറയാം. ഒരു പ്രണയക്കുരുക്കിൽ പെട്ടുപോയി, ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്തതാ. മാതാപിതാക്കൾ സാധാരണമല്ലേ, വഴക്ക് പറയും, വഴക്കിച്ചിരി കൂടിപ്പോയി കാണും. പെങ്കൊച്ചു പിന്നെ തീരുമാനം എടുത്തു, അപ്പനോടും അമ്മയോടും സംസാരിക്കില്ല. മുറിക്ക് അകത്ത് കുറ്റിയിട്ടിട്ടിരിക്കുക. അപ്പനും അമ്മയും കഥകൾ ഇങ്ങനെ വന്ന് കൊട്ടുക, മോളെ ഇങ്ങനെ കൊട്ടുക, വിളിക്കുക, മോളെ മോളെ എന്ന് വിളിക്കുക. അവൾ തിരിഞ്ഞു പോലും ശ്രദ്ധിച്ചു നോക്കുന്നു പോലും. എന്തൊരു ദയനീയ അവസ്ഥയാണ്. അവരെൻ്റെ അടുക്ക് പറഞ്ഞ, അച്ഛനൊന്ന് സംസാരിക്കണം. ഞാൻ അവളോട് സംസാരിച്ചു. മോളെ ഇപ്പം പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നല്ലേ, എന്താ മാതാപിതാക്കളൊക്കെ ഏറ്റവും ഉത്തമമായതും നല്ലതുമൊക്കെ നിനക്ക് തരികയുള്ളൂ, അതുകൊണ്ട് ഇപ്പം പഠിക്കുക, ബാക്കിയുള്ളത് പിന്നെ ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യമെങ്കിലും നീ ചെയ്യ്, അവരോടൊന്ന് സംസാരിക്കുക. 18 വയസ്സ് തികയാത്ത കൊച്ചെൻ്റെ അടുക്ക് പറയുക, അച്ഛൻ പറഞ്ഞു അതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നോളാം, പക്ഷെ അപ്പനോടും അമ്മയോട് സംസാരിക്കാനില്ല അച്ഛാ, അത് ശരിയാകത്തില്ലെന്ന്. ചിലത് തലയ്ക്ക് പിടിച്ചാൽ മാതാപിതാക്കൾ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഞാൻ എപ്പോഴും നാട്ടിലൊക്കെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ എല്ലാ പ്രതീക്ഷയും, മാതാപിതാക്കളുടെ പ്രതീക്ഷ മുഴുവൻ നിങ്ങളാണ്. നിങ്ങളുടെ ഒരു ചൂട് വഴുതിപ്പോയാൽ പോയി ഞങ്ങൾ. എനിക്ക് 2 പെങ്കൊച്ചുങ്ങളാണ്. ഞാൻ എപ്പോഴും അവരോട് പറയും, നിങ്ങൾ അക്കാഡമിക് രംഗത്ത് എത്ര പിറകിപ്പോയാലും അപ്പയും അമ്മയും വഴക്ക് പറയില്ല, അല്ലാത്ത ഒന്നും കേൾക്കാനിടയാകരുത്. ഞാൻ അവരോട് പറയുന്ന പോലെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയായിരിക്കണം. അമ്മ അറിയാത്തതൊന്നും ഉണ്ടാകരുത്. ഉണ്ടായാൽ കാല് വഴുതാനുള്ള സാധ്യതയുണ്ട്. എനിക്കറിയില്ല, നമ്മുടെ പള്ളിയിൽ പഠിച്ച വേദപാഠങ്ങൾ, മദ്ബഹായുടെ മുൻപിൽ നിന്ന് സ്വീകരിച്ച വിശുദ്ധ കുർബാന, ഈ മാമോദീസ തൊട്ടിയിൽ നിന്ന് സ്വീകരിച്ച ജ്ഞാനസ്നാനമൊക്കെ മറന്ന് കുഞ്ഞുങ്ങൾ എങ്ങനെ ഈ കുരുക്കിപ്പോവും എനിക്കറിയില്ല. ഒരു സാധാരണ ലൈഫിൽ, ഒരു വെർച്വൽ ലൈഫിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അവരുടെ വിവാഹ സങ്കല്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അറേഞ്ച്ഡ് മാര്യേജൊക്കെ ഇപ്പം കണി കാണാൻ പറ്റുമോ? ലവ് മാര്യേജ് ആയിക്കൊള്ളട്ടെ, അതുമല്ലല്ലോ, ഇപ്പം ലിവിങ് ടുഗദർ അല്ലേ? അല്ല, ലിവിങ് ഫ്രണ്ട്ലി, ചെറുക്കനും പെണ്ണോട് ഒരുമിച്ച് താമസിക്കും, മക്കളും വേണ്ട. അടുത്ത ഘട്ടം വന്നു, ലിവിങ് എലോൺ, ഒറ്റയ്ക്ക് താമസിക്കുക, കല്യാണം വേണ്ട, ജോലി നന്നായിട്ടുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, എനിക്ക് എൻ്റെ തീരുമാനം എടുക്കാൻ അറിയാം, എനിക്ക് മറ്റാരെ ആശ്രയിക്കേണ്ട, കല്യാണം വേണ്ട എന്ന് പറയുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൂടുക. എനിക്കറിയില്ല എങ്ങനെ ഇങ്ങനെയാണെന്ന്. അവരിന്ന് ഒരു റിയൽ ലൈഫിലല്ല, ഒരു വെർച്വൽ ലൈഫിൽ ജീവിക്കുന്നു ചില കുഞ്ഞുങ്ങൾ. റിയാലിറ്റിയായിട്ട് അവർ ബന്ധപ്പെടുന്നില്ല, അതിലൊക്കെ അങ്ങ് ജീവിക്കുക. വെർച്വൽ ലൈഫ് എന്നൊക്കെ പറയുന്നത് മായാലോകമല്ലേ? പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, അവരുടെ മൂവിയുടെ താല്പര്യം പോലും മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മൂവി എന്നൊക്കെ പറയുന്നത്, പഴയ മൂവികളും അങ്ങനെ ആയിരുന്നു, ചിലർ മോറൽ സന്ദേശം കാണും, അല്ലെങ്കിൽ കുടുംബ ബന്ധം പറയുന്ന സ്റ്റോറികളായിരിക്കും. ആകാശദൂതൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതുപോലൊരു മൂവി മലയാളത്തിലാണേലും ഇംഗ്ലീഷിലാണേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ 8 നില ആ മൂവി പൊട്ടിപ്പോവും. വിജയിക്കണമെങ്കിൽ എന്തോ വേണം? ഒന്നുകിൽ അൺറിയലിസ്റ്റിക് ലവ് വേണം, അല്ലെങ്കിൽ ഡ്രഗ് മാഫിയ വേണം, അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാകണം, അല്ലെങ്കിൽ വേണ്ടാത്ത പൊളിറ്റിക്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് വേണം, ബാഹുബലി കണക്ക്, കട്ടപ്പ കണക്ക്. അല്ലാത്തൊന്നും വേണ്ട. ഒരു മലയാളത്തിലൊരു മൂവിയുണ്ട്, ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നാട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഓൾമോസ്റ്റ് കണ്ടതാണ്. അതിൻ്റെ പേര് ആവേശം. കണ്ടിട്ടുണ്ടോ? അതിനൊരു ഒരു ഇൻട്രഡക്ടറി ഒരു പാട്ടുണ്ട്. ഒരു ആദ്യത്തെ പശ്ചാത്തല ഗീതം എന്നൊക്കെ പറയുന്നത് അതിലേക്ക് നയിക്കുന്നതല്ലേ? അതിൻ്റെ വരിക കേട്ട് കഴിഞ്ഞാൽ പേരൻസ് ആയിട്ടുള്ളവരുടെ ചങ്ക് പെടയും. അതിൻ്റെ വരികൾ എനിക്ക് പാടാനൊന്നും ഐസകച്ചനെ പോലൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ അതിൻ്റെ വരികൾ പറയാം. പേടി തോന്നും. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂട്ട്, ഉന്നം മറന്നൊരു പോക്ക്, എൻ പാത എൻ്റെ അവകാശം, വഴി തെറ്റാനുമുണ്ട് അവകാശം, ഗുണപാഠങ്ങളോ മതിയാക്ക്. എന്തൊരു പാട്ടാ ഇത്! ഞാൻ പള്ളി പറഞ്ഞു, OVS ഈ പ്രാവശ്യം ഇത് പാടിയാണോ പോയതെന്ന് ചോദിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വല്ലാത്തൊരു കാലമാണ്, കെണികളുടെ കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായി മാത്രം നടന്നാൽ പോരാ, ഓരോ ചുവടും ശ്രദ്ധയോടായിരിക്കണം, അല്ലെങ്കിൽ എല്ലാം പോകും. അവസാനത്തെ ഒരു വാക്യം ഞാൻ നിർത്തുകയാണ്. 7:16 അവർ തിരിയുന്നു മേലോട്ടല്ല താനും, അവർ വഞ്ചനയുള്ള വില്ല്. യു ആർ ലൈക്ക് ഡിസൈറ്റ്ഫുൾ ബോ, വഞ്ചനയുള്ള വില്ല്. അവർ തിരിയുന്നു മേലോട്ടല്ല. ഞാൻ വിചാരിക്കുന്നു അത് പേരൻസിനോട് പറയുന്നതാണ്. നമ്മൾ തിരിയുന്നത് മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാം പറയുന്നു ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, പക്ഷെ മേളോട്ട് നോക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് കാര്യം എന്നതാ? വേണ്ടാന്നല്ല,
അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി, ഭാവി ജീവിതത്തിന് വേണ്ടി വേണ്ടതെല്ലാം ഒരുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയട്ടെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മുകളിലോട്ട് തിരിയണം. ഡിസൈറ്റ്ഫുൾ ബേർഡ് കുഴപ്പം എന്നതാ, അതിൽ നിന്ന് പായുന്ന അസ്ത്രം ലക്ഷ്യം തെറ്റിപ്പോവും. നമ്മളെപ്പറ്റി പറയുക വഞ്ചനയുള്ളവില്ലെന്ന്. അങ്ങനെയെങ്കിൽ നമ്മൾ വഞ്ചനയുള്ളവരെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോകുമെന്ന് പറയുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വീഴ്ചയുണ്ടാകാൻ മാതാപിതാക്കൾ കാരണക്കാരാണെന്ന് പറയുന്നത്. 127 സങ്കീർത്തനത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ അങ്ങനെയാവുന്നു യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് ആവനാഴിയെ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ ലക്ഷ്യത്തിലെത്തും. നമ്മുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നുണ്ടോ? ലക്ഷ്യം തെറ്റുന്നുണ്ടെങ്കിൽ വഞ്ചനയുള്ള വില്ല് കണക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? നല്ല പേരൻസ് ആകുക. വേറെ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. അവരുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരും, സമ്മർദ്ദങ്ങൾ വരും, വശീകരിക്കുന്നവർ വരും. പക്ഷെ അവർക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരിടമായി കുടുംബം മാറിയാൽ, അവരെ അതുപോലെ സ്നേഹിക്കുന്നവരാണ് പേരൻസ് എന്നൊരു ബോധ്യമുണ്ടായാൽ, അവർ തെറ്റാനുള്ള സാധ്യത നന്നേ കുറയും. ഇതിനൊക്കെ എക്സെപ്ഷൻ കാണുമായിരിക്കും. നമുക്ക് കൊടുക്കാനുള്ളത് അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, എന്ത് പ്രലോഭനം വന്നാലും വിട്ടുപോകില്ല. അതുപോലൊരു അപ്പയാ അമ്മയാണ്. എൻ്റെ അടുക്കലൊരു 19 വയസ്സുകാരൻ പറഞ്ഞത്, അവന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി. കൂട്ടുകാരെല്ലാം നന്നായിട്ട് മദ്യപിക്കുന്നവരാണ്. അവനെ പല പ്രാവശ്യം നിർബന്ധിച്ചു കുടിക്കാൻ. അവൻ പറയാം, അച്ഛാ ഞാൻ ഒരു തുള്ളി കള്ള് കുടിച്ചിട്ടില്ല. അവർ നിർബന്ധിക്കുമ്പം എൻ്റെ മുൻപിൽ ഓർമ്മ വരുന്നത്, തെളിയുന്നത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുഖമാണ്. അച്ഛാ എനിക്ക് കുടിക്കാൻ പറ്റുമോ? ഞാൻ ഉടനെ ചിന്തിച്ചു, തമ്പുരാനെ, നമ്മുടെ കുഞ്ഞുങ്ങൾ കുടി തുടങ്ങുന്നത് നമ്മുടെ മുഖം ഓർക്കുമ്പോഴാണ്. അതാ കുഴപ്പം. അവർക്കൊരു മോഡലാകാൻ കഴിയുന്നുണ്ടോ? ചിലപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിലുള്ള കുടുംബ ബന്ധങ്ങളിലുള്ള തർക്കങ്ങൾ, കലഹങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കും. എനിക്കറിയാം, സെപ്പറേറ്റഡായ ഒരു ഭാര്യ ഭർത്താക്കന്മാർ, രണ്ടുപേർക്കും കുഞ്ഞിനെ വലിയ സ്നേഹമാണ്. പക്ഷേ ആ ഒരു കലിതുള്ളി നിൽക്കുക. ഈ കുഞ്ഞ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റും. ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ വേറെ പാർട്ട്ണറെ കിട്ടുമായിരിക്കും. പക്ഷേ ഈ കുഞ്ഞിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേറെ മാതാപിതാക്കളുണ്ട്. ഓർത്തോണം, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉത്തമരായ മാതാപിതാക്കളാകുക എന്നുള്ളതാണ്. എൻ്റെ സമയപരിമിതി കൊണ്ട് എനിക്കിനി ഒത്തിരി പറയാനുണ്ട്. ഞാൻ നിർത്തുക ഇവിടെ. നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് നല്ല മാതാപിതാക്കൾ. അവർക്ക് പറയാനിടയാകണം. പ്രലോഭനങ്ങൾ വരും, സമ്മർദ്ദങ്ങൾ വരും, എല്ലാം വരും. പക്ഷേ ഞങ്ങൾ വിട്ടുപോകില്ല. അതുപോലുള്ളൊരു കുടുംബം, അതുപോലുള്ള അപ്പയാ അമ്മയാന്ന് നമ്മളെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂവണിയട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നാട്ടിൽ നിന്ന് ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒത്തിരി മൈലുകൾ താണ്ടി ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടാക്കാൻ, ഒരു പള്ളിയിലെ ആരാധന ക്രമീകരിക്കാൻ നമ്മുടെ ചില കുഞ്ഞുങ്ങൾ താല്പര്യപ്പെടുന്ന എത്ര ആവേശത്തോടാ! എന്താ കാര്യം? എന്താ കാരണം? ആ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളാണ്. എന്നാൽ ചുരുക്കം ചില കുഞ്ഞുങ്ങൾ ഇതിലൊന്നും ശ്രദ്ധയില്ലാതെ വഴുതി വീണു പോകുന്നുണ്ട്. നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉത്തമ മാതൃകയാകുക എന്നുള്ളതാണ്. അവരെവിടെ പോകട്ടെ, എന്ത് പ്രലോഭനങ്ങൾ വരട്ടെ, അവർ വഴിതെറ്റാനുള്ള സാധ്യത നന്നേ കുറവായിരിക്കും. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ഞാനത് മാറ്റി പറയും. ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് യുവർ ചൈൽഡ് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. കുഞ്ഞു പോയാലെല്ലാം പോയി. നിങ്ങളിനി ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഒന്നാമത്, നമ്മുടെ സഭയെന്നൊക്കെ പറയുന്നത് പാഴ്സികളെ പോലെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിലൊരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടാൽ നമ്മുടെ വീടുകൾക്കും നമ്മുടെ ഇടവകൾക്കും നമ്മുടെ സഭയ്ക്കും ഉണ്ടാക്കുന്ന ആഘാതം വലുതാണ്. ഓരോ കുഞ്ഞും പ്രഷ്യസ് ആണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. ഒരു കുഞ്ഞു പോലും ഈ ഇടവകയിൽ നിന്ന് നമ്മുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോകരുത്. അതുപോലുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ നമുക്കിടയാകണം, നമ്മുടെ പള്ളികൾക്കിടയാകണം. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. 5 കാര്യങ്ങളാണ് നിങ്ങളുടെ മുൻപാകെ പറഞ്ഞത്. ഇസ്രയേലെ, നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഡീപ്പ് റൂട്ടഡ് അല്ല. നിൻ്റെ വിശ്വാസം ആഴപ്പെടണം. എന്താണെന്നറിയാമോ? നിൻ്റെ ജീവിതം അത്ഭുതമാകാൻ. ഇസ്രയേലെ, നിൻ്റെ ജീവിതത്തിൽ നീ പുറം പകിട്ടിലൊക്കെ ആത്മീയനായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. ആന്തരികമായ ജീവിതത്തിൽ ഒത്തിരി കുറവുകളും ബലഹീനതകളും കാണുന്നുണ്ട്. അകവും പുറവും ഒരുപോലെ നിർമ്മലമാകണം. ഇസ്രയേലെ, നിൻ്റെ ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങളുണ്ട്, പക്ഷേ കണ്ണുനീര് വീണതും കബളിപ്പിച്ചെടുത്തതുകൊണ്ട് സമൃദ്ധിയുടെ നടുവിൽ വേദനിക്കുന്നതിൻ്റെ കണ്ണുനീര് നീ കാണുന്നില്ല. നിൻ്റെ പണം കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇത് നിനക്ക് നാശമായിട്ട് വരും. ഇസ്രയേലെ, നിൻ്റെ അടുത്ത തലമുറകൾ അവർ നിഷ്കളങ്കരായ മാത്രം പോരാ,
ഓരോ ചുവടും ശ്രദ്ധയോടാകണം. കെണികളുടെ കാലമാണ്, ചതിക്കുന്ന കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുവടുകൾ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ആകട്ടെ. എല്ലാറ്റിനും ഉപരിയായിട്ട് വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ തക്കവണ്ണമുള്ള മാതൃകയുള്ള ജീവിതം നയിക്കുന്നവരുമായിട്ട് തീരാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. ജപ്പാനിൽ ഒരു ആർട്ടുണ്ട്, അതിൻ്റെ പേര് കിൻഡ് സുഖി എന്നാണ്. KINDSUGI. കിൻ മീൻസ് ഗോൾഡ്, സുഖി മീൻസ് ജോയിനറി. കിൻഡ് സുഖി മീൻസ് ഗോൾഡ് ജോയിനറി എന്നാണ്. സെറാമിക് പാത്രങ്ങളുടെ നാടാണ് ജപ്പാൻ. ചിലപ്പോൾ കയ്യിലെടുക്കുമ്പോൾ അറിയാതെ വഴുതി ഉടഞ്ഞു പോകും, ബ്രേക്കായി പോകും. ജപ്പാനിലുള്ളവർ അത് തൂത്തുവാരി കളയിൽ ഉപേക്ഷിക്കുകയില്ല. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെയുള്ള സ്ത്രീകൾ ബ്രേക്കായ ഓരോ പീസും എടുത്ത് വളരെ സൂക്ഷ്മതയോട് ചേർത്ത് വെക്കും, സൂക്ഷ്മതയോട് ചേർത്ത് വെക്കും. എന്നിട്ട് ഈ ബ്രേക്കായ ഇടങ്ങളിൽ ഒരു ഗമ്മും സ്വർണ്ണമുരുക്കിയും ചേർത്തൊട്ടിച്ചു വെക്കും. അപ്പോൾ ഇങ്ങനെ ബ്രേക്കായ ഭാഗങ്ങളിലെല്ലാം പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ലൈൻ കാണാം. ഗൂഗിളിൽ കിൻ സുഖി എന്ന് അടിച്ചു കൊടുത്തിട്ട് ഇമേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സെറാമിക് പാത്രങ്ങളുടെ ഇടയിലുള്ള ഒരു ഗോൾഡ് ലൈൻ കാണാം. ഉടഞ്ഞുപോയ പാത്രങ്ങൾ ചേർത്ത് വെച്ച് സ്വർണവും ഗമ്മും കൊണ്ട് ചേർത്ത് വെച്ച് ഒരുമിച്ച് ചേർത്ത് വെച്ചതാണ്. ഈ ഉടഞ്ഞുപോയ ഈ പാത്രങ്ങൾ ഇങ്ങനെ ഉരുക്കി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ കിച്ചണിൽ ഉപയോഗിക്കില്ല. പിന്നീട് അവർ അത് ലിവിങ് റൂമിലേക്ക് മാറ്റും. അവർ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, മറക്കരുത്, ഉടഞ്ഞതൊന്നും ഉപേക്ഷിക്കാനുള്ളതല്ല, ചേർത്ത് വെച്ച് സുന്ദരമാക്കാനുള്ളതാണ്, അല്ല ഏറ്റവും സുന്ദരമാക്കാനുള്ളതാണ്. ഉടയാത്ത ജീവിതം ഏതാ ഉള്ളത്? എപ്പോഴെങ്കിലും ഉടഞ്ഞു കാണും, പക്ഷേ അത് ചേർത്ത് വെക്കാൻ പറ്റും. തമ്പുരാൻ്റെ ഒരു സ്പർശനം, ഒരു ഗോൾഡൻ ടച്ച് ഉണ്ടെങ്കിൽ സുന്ദരമാകില്ലേ? സാധാരണ സൗന്ദര്യമല്ല, ഏറ്റവും സുന്ദരമാകും. പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ നമ്മളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.